വ്യത്യസ്തമായ രീതിയിൽ ഒരു രാജകീയ ഭരണം പോലെ മാറുകയാണ്. നമ്മൾ പള്ളിയോട് കൂടുതൽ അടുക്കും തോറും ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും പള്ളിയിൽ നിന്ന് അകലുകയും ചെയ്യുമെന്നുള്ളതാണ്. ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ഭരണഘടനയിൽ ജനങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സിനഡിൽ CSI സൗത്ത് കേരള ഡയോസിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ ഉള്ള ഒരു ആത്മാർത്ഥമായിട്ടൊരു ആത്മബന്ധം നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ കല്യാണ സമയത്ത് ലെറ്ററിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എടുത്ത് കാണിച്ച് ഇതെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കല്യാണത്തിന് ലെറ്റർ തരുള്ളൂ. ഓണസ്റ്റ് ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓണസ്റ്റ് ടോക്ക് വിവിധങ്ങളായ വിഷയങ്ങളെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ട്രൂത്ത്ഫുള്ളായിട്ടുള്ള ലോങ്ങറായിട്ടുള്ള തോട്ട്ഫുള്ളായിട്ടുള്ള കോൺവെർസേഷൻസാണ് എയിം ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എങ്ങനെ കുറേ കൂടെ ബെറ്റർ ആക്കാം, നമ്മുടെ സൊസൈറ്റി എങ്ങനെ കുറേ കൂടെ ബെറ്റർ ആക്കാം, നമ്മുടെ ജീവിതം കുറേ കൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ആക്ച്വലി ഓണസ്റ്റ് ടോക്ക് എയിം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഓണസ്റ്റ് ടോക്കിൽ ഗസ്റ്റായിട്ട് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിവിധങ്ങളായ വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്കുള്ള ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിനെ പറ്റി സംസാരിക്കണമെന്നും മറ്റുള്ളവർ അറിയണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഈ ഓണസ്റ്റ് ടോക്കിലൂടെ നമ്മൾ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സെൽവനായകം എന്ന് പറയുന്ന അങ്കിളാണ്. പുള്ളിക്കാരൻ്റെ സ്വദേശം കോട്ടയ്ക്കലാണ്. വളരെ ദീർഘകാലമായിട്ട് ക്രിസ്ത്യൻ സഭയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 1980 മുതൽ ദീർഘകാലം സൗത്ത് കേരള ഡയോസിസ് CSIയുടെ സൗത്ത് കേരള ഡയോസിസ് കൗൺസിൽ അംഗമായും വിവിധ ബോർഡ് മെമ്പറുകളായും പ്രത്യേകിച്ച് സോഷ്യോ പൊളിറ്റിക്കൽ ബോർഡ് മെമ്പർ അംഗമായൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ അഗാധമായി ആണ് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം കുറേ കൂടെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് റിലീജിയൻ വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസമാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ വിവിധങ്ങളായ ഡിനോമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിനോമിനേഷൻ എന്ന് പറയുന്നത് CSI ആണ്. CSIയുടെ സൗത്ത് കേരള ഡയോസിസ് ആണ്. അപ്പോൾ ഈ സൗത്ത് കേരള ഡയോസിസുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം കേരളം, പ്രത്യേകിച്ച് സൗത്ത് ട്രാവങ്കൂർ അല്ലെങ്കിൽ ട്രാവങ്കൂറിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിലെ നവോത്ഥാന മേഖലയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിലും ഹെൽത്ത് സെക്ടറിലൊക്കെ നടത്തിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ പള്ളിയോടുകൂടെ പല പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ, അതായത് കേരളം ഒരു മെച്യൂർഡ് ആയിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും ഉയർന്ന് പല സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളതിനുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ തുടങ്ങി CSI സൗത്ത് കേരള ഡയോസിസിൻ്റെ വിവിധങ്ങളായ ഇവോൾവായി വന്നിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം അങ്കിള് വളരെ വിശദമായിട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സെൽവനായകം അങ്കിളിനെ ഈ ഓണസ്റ്റ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം അങ്കിള് തന്നെ അങ്കിളിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. എൻ്റെ പേര് സെൽവനായകം. ഞാൻ തത്യോ CSI സഭയുടെ അംഗമാണ്. എൻ്റെ പാരമ്പര്യമാണെങ്കിൽ CSI സഭയിലെ യോട് ചേർന്നുള്ള പാരമ്പര്യമാണ്. അതായത് എൻ്റെ അപ്പൂപ്പൻ പൂവത്തൂർ സഭയുടെ സ്ഥാപക വ്യക്തിയിൽ എത്തിയായിരുന്നു. സ്ഥാപകൻ എന്ന് പറയുമ്പം അവർ ഒരുപാട് പേര് കൂടിയുള്ള ഒരു സ്ഥാപക വ്യക്തികളിൽ ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ പപ്പയെ നോക്കുകയാണെങ്കിൽ പപ്പ തത്തിയൂർ ഇടവകയുടെ സ്ഥാപക വ്യക്തികളിൽ ഒരാളാണ്. ഞാനും ആ സഭയുടെ നിയന്ത്രണത്തിലും സഭ അച്ചടക്കത്തിലും വളർന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഭയുടെ നേതൃത്വം വളരെ നല്ലതായിരുന്നു. ഇന്നുള്ള കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു രാജകീയ ഭരണം പോലെ മാറുകയാണ്. അത് മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നമ്മൾ ഈ മിഷണറിമാർ ഒരു ദൗത്യമുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും താഴ്ന്ന ജനങ്ങളെ
ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഘടനയാണ് CSI. നാം നോക്കുകയാണെങ്കിൽ ക്രിസ്തു ദൗത്യം തുടങ്ങിയത് 1952 തന്നെ ഒരു 52 കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് വരികയും വിവിധ സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചതായും വ്യക്തമാകുന്നു. അപ്പം ക്രിസ്തു മതത്തിൻ്റെ വരവെന്ന് പറയുമ്പം ഒരു 52 കാലഘട്ടത്തോടുകൂടെ തുടങ്ങുകയാണ്. എന്നാൽ അത് വീണ്ടും നോക്കുകയാണെങ്കിൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ക്രിസ്തു മതത്തിൻ്റെ പ്രവർത്തനം എല്ലാ ജനങ്ങളിലും എത്തിയിട്ടില്ലായിരുന്നു. 1600 കാലഘട്ടത്തിലാണ് പിന്നെ ഇവിടെ ബിസിനസ്സിനായിട്ട് വന്ന ആൾക്കാർ കേരളത്തെക്കുറിച്ച് കൂടുതലായിട്ട് മറ്റ് രാജ്യങ്ങൾ അറിയുകയും ആ ബിസിനസ് മേഖലയിലുണ്ടായിരുന്ന ജനങ്ങൾ ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് ആൾക്കാർ ആ രാജ്യത്തിൽ ചെന്നിട്ട് ഇവിടുത്തെ ഭരണത്തെയും ഭരണഘടനയെയും കുറിച്ച് ജനങ്ങളെക്കുറിച്ചും മറ്റു രാജ്യങ്ങളെ അറിയുകയും അവിടെ നിന്ന് മിഷണറിമാരായി കടന്നു വരികയും ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആചാരമെന്ന് പറയുമ്പം സതി, ഇവിടുത്തെ മറ്റ് താഴ്ന്ന വർഗക്കാരുടെ പ്രശ്നങ്ങൾ, ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ എതിർപോകാൻ പാടില്ല, ഇങ്ങനെ ഉള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാറ്റം സംഭവിച്ചത് മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ്. അവർക്ക് പഠിക്കാൻ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താഴ്ന്ന വർഗക്കാർക്ക് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന്, അതായത് ഈഴവ സമൂഹത്തിലുള്ളവർക്ക് പശുവിനെ കെട്ടി പാല് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. അതുപോലെ പല മേഖലകളിലും ഉള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട അവസ്ഥയായിരുന്നു. അവർക്ക് പഠിക്കുവാൻ അവസരമില്ലായിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഇങ്ങനെ പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. പൂർണ്ണമായും ഒരു താഴ്ന്ന നിലവിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്ന ക്രിസ്തുവിൻ്റെ ദൗത്യം പോലെയാണ് അന്ന് മിഷണറിമാർ ആ ദൗത്യം ഏറ്റെടുത്ത് കടന്നു വന്നത്. മേൽമുണ്ട് സമരം കേരളത്തിലെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലാണ് കൂടുതൽ മിഷണറിമാർ കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹം നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് CSI സൗത്ത് കേരള ഡയോസിസ് നോക്കുകയാണെങ്കിൽ, ഈ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിലും ഒരു ദൈവികമായിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ അതൊക്കെ ഒരു വലിയ തലവേദനയായിട്ടല്ലേ ഇന്ന് കാണുന്നത് ആക്ച്വലി. ഇന്ന് അതായത് ദക്ഷിണ കേരള മഹായിടവ ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1930 കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അപ്പം ആ കാലഘട്ടത്തിലൊരു കമ്പനി ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ കമ്പനിക്ക് ഒരുപാട് ആസ്തികളുണ്ടായിരുന്നു. അത് ഇങ്ങനെ വീണ്ടും വീണ്ടും വളരുകയും പലപ്പോഴും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോരോ വ്യക്തികളുടെ കാലഘട്ടത്തിൽ. അതെല്ലാം ഈ ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ചതാണ്. പക്ഷേ അതിൽ ഇപ്പോൾ ഇന്ന് ദക്ഷിണ കേരള മഹായിടയിൽ പല ബോർഡുകളുണ്ട്. എഡ്യൂക്കേഷൻ ബോർഡ്, മെഡിക്കൽ ബോർഡ്, പാസ്റ്റർ ബോർഡ്. അപ്പം അന്ന് ഈ ബോർഡിലെ ജീവനക്കാരെല്ലാം തുല്യരായിരുന്നു. എന്നാൽ ഈ പാസ്റ്റർ ബോർഡ് ജീവനക്കാരയ്ക്ക് പ്രായം 67ആയി. അവർ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ഭരണഘടനയിൽ ജനങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സിനേഡാണ് ഈ ഭരണഘടനയിൽ തിരുത്തി എഴുതുന്നതൊക്കെ. അപ്പം സിനേഡിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ പങ്കാളിത്തം എടുത്തു കളഞ്ഞു. അതെപ്പോഴാണ് എടുത്തു കളഞ്ഞ ഉദ്ദേശം? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്? അതിന് ഒരു വളരെ അടുത്ത സമയത്താണ്. സിനേഡിൽ ഒരു 10-20 വർഷത്തിന് മുമ്പേയൊക്കെ, എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, സിനേഡിൽ കൗൺസിൽ ഡയസിസൻ കൗൺസിലിൽ നിന്ന് സിനേഡ് പ്രതിനിധികളെ അയക്കും. ആ പ്രതിനിധികൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞു. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ ഈ സിനേഡ് പ്രതിനിധികളുടെ വോട്ടവകാശം, വോട്ടിംഗ് വേണ്ട. വൈദികരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാൻ പറ്റും.
വൈദികരെല്ലാം തിരുമേനിമാരുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. അവരുടെ പ്രായം അങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത്. അവരുടെ പ്രായം ഒരു 56 കേരളത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രായം 56. ആ 56 കൊണ്ടുവേണം. എന്നാൽ 65 അല്ല 67. ഈ 67 ആകുമ്പോഴത്തേക്ക് 11 വയസ്സ്, ഈ 11 വയസ്സിൽ 56 വയസ്സായവരെ മൊത്തം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഒരു 300 പേരൊക്കെങ്കിലും ഈ തസ്തികയിൽ ജോലിയിലേക്ക് കയറാം. ഇന്ന് ഈ വൈദികരെന്ന് പറയുന്നത് ഈ പാസ്റ്റർ ബോർഡ് ജോലിക്കാർ ഇവിടെ പ്രായം 67 ആകുമ്പോഴത്തേക്ക് അവരുടെ ബുദ്ധി നഷ്ടപ്പെടുന്നുണ്ട്, പല ആരോഗ്യ പ്രശ്നമുണ്ട്, ശരിയായ രീതിയിൽ ശുശ്രൂഷയ്ക്ക് നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല വൈദികരും. പക്ഷേ ഈ അൽമായ പ്രതിനിധികളാണല്ലോ ആക്ച്വലി ഈ സെക്രട്ടറിമാരായിട്ട് വരുന്നത്. ഈ അൽമായ പ്രതിനിധികൾ ഈ വൈദികരായിട്ടുള്ള അവർക്ക് ഒരു എന്താ പറയുക വാഗ്ദാനം പോലെ കൊടുക്കുകയല്ലേ, നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പ്രായം വർദ്ധിപ്പിക്കാമെന്ന്, അങ്ങനെയല്ലേ ആക്ച്വലി? അല്ല അല്ലാതെ ഭരണഘടനയിൽ ചേഞ്ച് ചെയ്ത് മാറ്റങ്ങൾ വരുത്തണം. മുമ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്ത് 67 വരെ എത്തിച്ചു. ഇപ്പോഴ് സിനേഡിൽ തന്നെ 2 വർഷമായി, വൈദികരുടെ ഇടയിൽ 2 വർഷമായി. അങ്ങനെയൊക്കെയാണ് ഇത് 67-70 ആകാതെ പോയത്. അത് കഴിഞ്ഞിട്ട് കുറേ വൈദികരുടെ പേരിൽ നടപടിയെടുത്തു. വൈദികരുടെ പേരിൽ മാത്രമല്ല, ജനപ്രതിനിധികളായി വന്ന വ്യക്തികളുടെ പേരിൽ നടപടിയെടുത്തു. അതും ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ വൈരാഗ്യമാണ്. മഹായിടോയുടെ രാഷ്ട്രീയ വൈരാഗ്യം. ഇപ്പം നമ്മുടെ സഭകളൊക്കെ നോക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. ഒന്നുകിലും നമ്മൾ ഹിപ്പോക്രറ്റ് ആവുക, അല്ല അത് പരീശന്മാരെ പോലെ ആവുക, ഉള്ളിലൊന്ന് വെച്ച് വേറൊന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം. ഞാൻ ഈ അടുത്ത് കേട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ, നമ്മൾ പള്ളിയോട് കൂടുതൽ അടുക്കും തോറും ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും പള്ളിയിൽ നിന്ന് അകലുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം പള്ളി പോകാതിരിക്കുന്നതിനെ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആത്മാർത്ഥമായിട്ട് നമുക്ക് ദേവാലയങ്ങളിൽ പോയി, പ്രത്യേകിച്ച് നമ്മുടെ CSI സൗത്ത് കേരള ഡയോസിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ ഉള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ആത്മബന്ധം നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ടല്ലോ. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഒരു കുടുംബം എന്ന് പറഞ്ഞ ഒരു കോട്ടയാണ്. ഒരു 4 പേര് 5 പേര് അടങ്ങുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളില്ല. അതല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള പ്രശ്നങ്ങളെ അവിടെ തടുക്കാൻ കഴിയും. ഒരു കൂട്ടുകുടുംബമാണ് സഭ എന്ന് പറയുന്നത്. ആ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും വിള്ളലുണ്ടായാൽ നമുക്ക് ആത്മീയത നഷ്ടപ്പെടും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഈ പുരോഹിതർ തന്നെയാണ്. പുരോഹിതർ സഭയിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് 2 ചേരി തിരിച്ച് ജനങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ജനങ്ങൾ തമ്മിലടിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭരണം വളരെ ഈസിയാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു പക്ഷം അച്ഛനോട് നിൽക്കും, അച്ഛനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറ്റു ജനങ്ങളെ തന്നെ റിയാക്ട് ചെയ്യും. കൂട്ടുകുടുംബത്തിനകത്ത് തന്നെ പ്രശ്നങ്ങളാകും. അതല്ല എങ്കിൽ അതുപോലെ തന്നെ ഈ കാലാകാലങ്ങളിൽ മാറുന്ന ഭരണങ്ങൾ എന്തെങ്കിലും ചെറിയ ജോലികൾ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡിൽ സ്വീപ്പറായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ജോലി, പ്യൂൺ ജോലി, ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ കൊടുത്തിട്ട് അവരെ പേടിപ്പിച്ച് അവിടുത്തെ ആ സഭയിലെ ഭരണം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അത് ദൈവമൊക്കെ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നമ്മൾ ആ സഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും. സഭ എന്ന് പറയുമ്പോഴത്തേക്ക് മിഷണറി ദൗത്യം എന്ന് പറഞ്ഞാൽ അവർ എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഈ വന്നത്. മിഷണറിമാർ പലരും ഈ കേരളത്തിൽ തന്നെ അടക്കപ്പെട്ട അവസ്ഥകളിലാണ്. കല്ലറകൾ കാണാൻ പറ്റും. അപ്പോൾ അവരെല്ലാം ത്യജിച്ചിട്ട് ആണ് വന്നത്. എന്നാൽ ഇവിടെ എല്ലാം നേടുവാനുള്ള വ്യഗ്രതയോടുകൂടെയാണ് വൈദികർ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അവർക്കെല്ലാം
ഞാൻ കുറേ ദിവസം കൊണ്ട് പള്ളിയിൽ പോകാത്ത ഒരവസ്ഥയിലാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഇതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം ഒരു കൂട്ടുകുടുംബം പോലെയുള്ള ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഓരോ കാലഘട്ടങ്ങളിൽ വന്ന വൈദികരോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള പ്രവർത്തനമോ ആ കോട്ടയെ ഭേദിച്ചു കളഞ്ഞു. അത് ഒറ്റയടിക്ക് സംഭവിച്ചാണ് ഗ്രാജുവലി സംഭവിച്ചത്? ഗ്രാജുവൽ കുറേശ്ശെ ഓരോ വൈദികരിലൂടെ മാറി മാറി വന്നു പ്രശ്നം രൂക്ഷമായി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ആത്മീകമായി എനിക്ക് തോന്നുന്നത് ഞാൻ ദേവാലയത്തിനേക്കാൾ പോയതിനേക്കാൾ കൂടുതൽ ഇന്ന് മുന്നിലാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത്. എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞവരുണ്ട്, നീ ദേവാലയത്തിൽ പോയില്ല എങ്കിൽ നിനക്കുള്ളതെല്ലാം നശിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഇങ്ങനെ പല രീതിയിൽ, അതായത് ഞാൻ പോവാത്തോണ്ട് വേറൊരു പള്ളി വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടവരുണ്ട് വൈദികരിൽ നിന്ന് തന്നെ. പിന്നെ മറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സഭകളിലേക്ക് ക്ഷണിച്ചവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ആ ഒരു സാഹചര്യത്തോട് പലരും റെസ്പോണ്ട് ചെയ്തു. ഇപ്പം പല സഭകളിലും ആൾക്കാർ ആത്മാർത്ഥമായിട്ടല്ല പങ്കെടുക്കുന്നത്. തീർച്ചയായും കുറേ ആൾക്കാരെ ഞാൻ നോക്കുമ്പോൾ അവർക്ക് പള്ളിയിൽ പോകുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. മറ്റേ ആൾക്കാരെ മുന്നേ എന്തോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കാണിക്ക വയ്ക്കുമ്പോൾ നമ്മൾ പേര് അവിടെ വായിക്കും. ഇപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ പേര് വായിക്കുന്ന പരിപാടി നിർത്തി കഴിഞ്ഞാൽ നമ്മളെ പള്ളിയിൽ എത്ര പേരാണ് കാണിക്ക കൊടുക്കുക എന്നുള്ളത്. അപ്പം പലരും പള്ളിയിലേക്ക് വരുന്നത് ദൈവത്തെ ആരാധിക്കാനോ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനോ അവരുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്യാനോ അല്ല, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് പോലെ ആയിപ്പോയി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റികളാണ് നമ്മുടെ പല സഭകളിലും ഇപ്പം നടക്കുന്നത്. തീർച്ചയായും. അതായത് ജനങ്ങൾ ഒരു 2-3 വിഭാഗമാണ്. ഏറ്റവും വിശ്വാസത്തിൻ്റെ അടിമത്തത്തിൽ നിൽക്കുന്നവർ, വിശ്വാസത്തിൻ്റെ അടിമകളാണ് അവർ. ചിലർ അവർക്ക് ഇങ്ങനെ വായിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള ചിന്തയുണ്ട്. അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ അപ്പുറം പറയാനായിട്ട് അവർക്ക് കരുത്തില്ല. അത് പാപമാണ്, നമ്മൾ നരകത്തിൽ പോകും, അല്ലെങ്കിൽ നമുക്ക് ശാപമായിട്ട് നമ്മളെ കുടുംബം നശിച്ചു പോകും എന്നൊക്കെയുള്ള ചിന്ത. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത ആളാണ്. എത്ര തെറ്റ് ചെയ്താലും നമ്മൾ ആ പുരോഹിതനെ കീഴ്പ്പെട്ടിരിക്കണം, പുരോഹിതൻ പറഞ്ഞാൽ കേൾക്കണം. അത് വളരെ ഫൂളിഷായിട്ടുള്ള, അതിനകത്ത് ഒരു തരത്തിലും ഒരു ദൈവിക അംശം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര ഈവിള് ചെയ്താലും അല്ലെങ്കിൽ എത്ര തിന്മ ചെയ്താലും ദൈവം ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല അച്ഛന്മാരും ദൈവം ഉണ്ടോ എന്ന് തന്നെ അവർക്ക് സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അവർ പഠിക്കുന്നത് അങ്ങനെ, പഠിച്ചിട്ട് അങ്ങനെയാണ് ഇറങ്ങുന്നത്. സെമിനാരികളും അങ്ങനെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്, പല സെമിനാരികളിൽ പോലും ദൈവം ഇല്ല എന്നുള്ള ലിബറലായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള ലെഫ്റ്റ് ഐഡിയ ആണ് പഠിക്കുകയും പഠിപ്പിക്കുകയും അവർ ഡിബേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ വലിയ രീതിയിൽ മാറ്റം വരേണ്ടുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ മാറ്റം വരേണ്ടത്, ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് വൈദികരുടെ പ്രശ്നം തന്നെയാണ്. വൈദികരുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഇന്ന് എല്ലാവരുടെയും കാഴ്ചപ്പാട് എഡ്യൂക്കേഷൻ ബോർഡ്, മെഡിക്കൽ ബോർഡ്, അവിടെ നമ്മുടെ ആൾക്കാരെ എങ്ങനെ കയറ്റാം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, ഈ 66 വയസ്സ് കേരള സർക്കാർ വെച്ചിരിക്കുന്നതെങ്കിൽ സ്വബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ സ്വാർത്ഥതയിലേക്ക് മാറും, തൻ്റെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പോൾ എങ്ങനെ ഇത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവൂ. അതായത് അടുത്ത കാലത്ത് ഞാൻ കേട്ടത്, അങ്ങനെ 3 വർഷം കൂടി നീട്ടിക്കിട്ടിയാൽ എനിക്ക് 25 ലക്ഷം രൂപ നേട്ടം ഉണ്ടാക്കാൻ പറ്റും ഈ ശുശ്രൂഷയിലൂടെ. എന്താണ് ശുശ്രൂഷ? ഇപ്പം പലർക്കും ഇതൊരു ബിസിനസ്സും ജോലിയാണ്. അല്ല, അതാണ് പറഞ്ഞത്, കമ്പനി ആക്ട് അനുസരിച്ച് പുരോഹിതന്മാർ എംപ്ലോയി ആണ്. അവർ ഇന്ന് ഭരണഘടന ഭേദഗതി ചെയ്ത് ഇങ്ങനെ ഈ ഒരു തലത്തിലെത്തിച്ചു. അവരാണ് അവകാശികളായി, പവർഫുള്ളായി മാറി. ജനങ്ങൾ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഒരു പള്ളി വെച്ചതായിട്ട് അറിയാമോ? എല്ലാം ചെയ്ത് ജനങ്ങളാണ്.
ജനങ്ങൾക്കിന്നൊരു അവകാശമില്ല. 2015 15-16 ആദ്യമായിട്ട് ഇന്നത്തെ തിരുമേനി അല്ല കഴിഞ്ഞ തിരുമേനി ധർമ്മരാജ കസാലം ആദ്യമായിട്ട് ഇലക്ഷൻ ഇല്ലാതെ നോമിനേഷൻ നൽകി സഭകളിലേക്ക്, കമ്മിറ്റികളിലേക്ക്. രണ്ടാമത് വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. ഒരു പ്രാവശ്യം ഇലക്ഷൻ 2018 ഇലക്ഷൻ നടന്നു, ഒരു പാനൽ വന്നു. ഒരു 2 വർഷം കഴിയുമ്പോൾ അവരെ പുറത്താക്കുവാൻ വേണ്ടി കോടതിയിലൊക്കെ പോയേണ്ടി വന്നു. അവരൊക്കെ കോടതിയിൽ പോയിട്ട് സർക്കാർ ജോലിയുള്ള ആരും ഈ സ്ഥാനങ്ങളിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരികയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ജനപ്രതിനിധികൾക്ക് ദക്ഷിണ കേരളയിലെ മഹായിടവയിലെ ജനപ്രതിനിധികളെ പുറത്താക്കി, കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരെ പുറത്താക്കി നിർത്തിയിട്ട് കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ജനങ്ങളെ നോമിനേറ്റ് ചെയ്ത് ഓരോ ചർച്ചിലും വെച്ച് ഭരണം നിയന്ത്രിക്കുക. അതാണ് ലക്ഷ്യം. ചോദിക്കാൻ പാടില്ല. അതിന് കെൽപ്പില്ലാത്ത, കഴിവില്ലാത്ത അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പല പള്ളികളിലും ഇപ്പം ഡമ്മി കമ്മിറ്റികളാണ്. എല്ലാ പള്ളിയിലും ദക്ഷിണ കേരള മഹായിടവയിലെ എല്ലാ പള്ളികളിലും ഡമ്മി കമ്മിറ്റിയാണ്. ഓക്കെ. ഒരു കാര്യവും ചോദിക്കാനോ തിരിച്ചു പറയാനോ കെൽപ്പില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത എന്ത് ചെറ്റത്തരങ്ങൾ കാണിച്ചാലും അത് കണ്ണുടച്ച് കണ്ടുകൊണ്ടിരിക്കാനും സപ്പോർട്ട് ചെയ്യാനും കൂകി പ്രോത്സാഹിപ്പിക്കാനും മാത്രം അറിയാവുന്ന കുറേ കമ്മിറ്റികളാണ് ഇപ്പം നിലവിലുള്ളത്. അതാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ എന്തും ചെയ്യാം. പാസ്റ്റർ ബോർഡ് ജീവനക്കാരേക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ പറ്റും. സഭയിലും മറ്റ് സ്ഥാപനങ്ങളിലും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ജനങ്ങൾ ഭൂരിഭാഗം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എനിക്ക് തോന്നുന്ന പലരും ഭൂരിഭാഗം പേരും ഇത് അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമ്മൾ പള്ളിയിൽ പോവുക, പള്ളിയല്ലേ, ദൈവമല്ലേ, പിന്നെ അച്ഛനല്ലേ, നമ്മൾ പള്ളിയിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ കാണുമ്പോൾ നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ നമ്മളെന്തോ വലിയ അപരാധം ചെയ്തു പോയ രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒന്ന് ഇവർ വൈകാരികമായിട്ട് മാത്രം ഈ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർ അവർക്ക് ബുദ്ധി ഇതുവരെ ഉദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. തമിഴിലൊരു ചൊല്ല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭക്തിയുണ്ട് ബുദ്ധിയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണോ പല ആൾക്കാരും സഭാജനങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത് കൂട്ടർ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു ശാപമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നുകിൽ ഈ പറയുന്നതിനെല്ലാം കണ്ണുടച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാത്തൊരു ഗ്രൂപ്പ് ആൾക്കാർ അവർക്കും എന്തെങ്കിലും നേട്ടം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ ഇത് ആക്ച്വലി മൊത്തത്തിലുള്ള ആ ഒരു സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് പലർക്കും വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈദികരുടെ ഭാഗത്ത് നിന്ന് ആത്മീകവും ഭൗതികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും വരണം. ആ ഭാഗത്തെല്ലാം നമുക്ക് അതിനുള്ള ഒരു കാഴ്ചപ്പാട് തരേണ്ടത് വൈദികരാണ്. അതില്ലാതെ ഇതിനകത്ത് എങ്ങനെ പ്രശ്നമുണ്ടാക്കി അവർക്ക് സുഖമായിട്ട് ജീവിക്കാം, അതോടൊപ്പം തന്നെ അവർക്കെങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്ന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള ആരാധനയിൽ പരസ്യങ്ങൾക്കാണ് അരമണിക്കൂർ കൂടുതൽ സമയവും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് പോണത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സഭാ വിഭാഗമാണ് ഇന്ന് പള്ളിയിലുള്ളത്. യുവജന വിഭാഗം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഇവർ ചെയ്യുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇവർ കളയുന്നതെന്നുള്ളത് പലപ്പോഴും ഒരു മറന്നുപോവാണ്. ഇവർ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണം ചെയ്യുന്നുമില്ല, ദോഷം ചെയ്യുന്നത് കൂടുകയാണ്. അത് ഈ വൈദികരാണ് ആക്ച്വലി, അച്ഛന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പം അത് സംഭവിക്കുന്നത് നമ്മുടെ സഭയെ ആക്ച്വലി അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസത്തെ നശിപ്പിക്കുന്നത് ഈ പുരോഹിതന്മാർ തന്നെയാണ്. തീർച്ചയായും
അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്ച്വലി. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഈ അടുത്ത നാൾ ഇപ്പം നമ്മൾ ഒരു ഞായറാഴ്ച ആരാധനയുടെ കാര്യം പറഞ്ഞു. ഇപ്പം മുമ്പ് 1.5 മണിക്കൂറായിരുന്നു ആരാധന, ഇപ്പം അത് 2 മണിക്കൂറാക്കിയിട്ടുണ്ട്. 2 മണിക്കൂർ അത് കൂടിപ്പോവാണ്. ഒരു ഭൂരിഭാഗം സമയവും ഈ പറഞ്ഞതുപോലെ പരസ്യത്തിനും പിന്നെ കാണിക്ക വായിക്കാനും അങ്ങനെയുള്ള കണക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂരിഭാഗ സമയവും ഈ പറഞ്ഞ 2 മണിക്കൂറിൽ ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, ഇതിലിനി ഈ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഈ പ്രസംഗത്തിന് നമ്മുടെ CSI മൊത്തത്തിലൊരു അൽമനാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റ് ഇറക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും അവർ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് ആക്ച്വലി ഞായറാഴ്ച പ്രസംഗം എന്ന് പറഞ്ഞ് പല പള്ളികളിലും പലരും പ്രസംഗിക്കുന്നത്. ഇപ്പം ഞാൻ ഈ അൽമനാക്ക് മൊത്തത്തിലെടുത്ത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് 70-80% അതിനകത്തുള്ള പ്രസംഗങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ ക്രൈസ്തവ വിശ്വാസത്തിനോ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. മരണാനന്തര ജീവിതത്തെപ്പറ്റി ഒരു പ്രസംഗം പോലും നമുക്ക് അൽമനാക്കിനകത്ത്, ഞാൻ നോക്കിയ അൽമനാക്കുകളിൽ കണ്ടില്ല. അന്ത്യനായ വിധിയെക്കുറിച്ച് ഒരു പ്രസംഗം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ദൈവം അല്ലെങ്കിൽ വിശ്വാസം ഇതിനെപ്പറ്റി നമുക്ക് ഒരു പ്രസംഗം പോലും കാണാൻ പറ്റില്ല. അതേസമയം ഈ പെരിഫറലായിട്ടുള്ള ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, കുറേ തിയോളജിക്കലായിട്ടുള്ള എന്തോ സംഭവം അച്ഛന്മാർ പലരും ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഷോ ആയിട്ടാണ് എനിക്ക് പല പ്രസംഗങ്ങളും തോന്നിയിട്ടുള്ളത്. അവർക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് മറ്റുള്ളവരെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ടാണ് പല പ്രസംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പല വലിയ വലിയ CSIയുടെ തിരുവനന്തപുരം ജില്ലയിലെ ചർച്ചകളിൽ ഞാൻ പോയിട്ടുള്ളപ്പോൾ പല പ്രമുഖരായിട്ടുള്ള അച്ഛന്മാരും പ്രസംഗിച്ച് തുടങ്ങുന്നത് സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ബൈബിളിൽ ആക്ച്വലി വേണ്ടുന്നതായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള ആശയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, സെക്യുലർ ആയിട്ടുള്ള സാഹിത്യവും കോട്ടുകളും പറഞ്ഞുകൊണ്ടാണ് പ്രസംഗങ്ങൾ തുടങ്ങുന്നത് തന്നെ. ഇതെന്ത് വലിയൊരു എന്താ പറയുക, ജ്ഞാനവും ഇല്ലായ്മയും അല്ലെങ്കിൽ ബൈബിളിനെ സംബന്ധിച്ചുള്ള അറിവിലുള്ളൊരു പാപ്പരത്വമാണ് നമ്മുടെ അച്ഛന്മാരിന്ന് സഭകളിൽ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രോബ്ലമാണ്. അത് മോസ്റ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കണ്ടക്റ്റ് തന്നെ മാറണം. ഈ ജോലി എന്നുള്ളത് മാറ്റി ഇതൊരു സേവനമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു റിവൈവൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സെമിനാരികളിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം നടക്കേണ്ടതായിട്ടുണ്ട്. അവരെന്താണ് പഠിപ്പിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്. പലരും ആത്മാർത്ഥമായിട്ട് ദൈവസ്നേഹമോ അല്ലെങ്കിൽ സമൂഹത്തെ നന്നാക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ കുറെ കൂടെ ബെറ്റർ ആക്കാനോ വേണ്ടിയിട്ടല്ല ഇന്ന് സെമിനാരികളിൽ പോകുന്നത്. അവർക്ക് നല്ലൊരു കല്യാണം നടക്കണം, അവർ സമൂഹത്തിലൊരു വില ഉണ്ടാവണം, നാട്ടുകാരുടെ മുന്നേ നെളിഞ്ഞ് നടക്കുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് കോട്ടിട്ട് നടക്കുമ്പോൾ വന്ന് വണങ്ങണം. ഇതൊക്കെയാണ് ഒരു പിന്നെ പല പുരോഹിതന്മാരും ഇന്ന് സെമിനാരികളിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ പിന്നിൽ. മിക്കവാറും പേരിൽ തുടക്കത്തിലില്ലെങ്കിലും ക്രമേണ ഇത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. ഇപ്പം ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരുടെ ഉള്ളിൽ കുത്തുകൊള്ളണമെന്നാണ് ആക്ച്വലി പറയുന്നത്. ആക്ച്വലി അപ്പം പുരോഹിതനുമായിട്ടുള്ളൊരു നല്ല ബന്ധമല്ല ആക്ച്വലി അവിടെ ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ദൈവവചനമാണ് ഒരു പുരോഹിതൻ പ്രസംഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങളുമായിട്ട് ചിലപ്പോൾ അവർക്ക് നല്ല ബന്ധമായിരിക്കില്ല ഉണ്ടാവുക. അതേസമയം ജനങ്ങൾ ദൈവമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അച്ഛന്മാരെല്ലാം പാസ്റ്റർമാരെല്ലാം എയിം ചെയ്യുന്നത് ദൈവത്തിങ്കിലേക്ക് അടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പള്ളിയോടും അച്ഛനോടും അടുക്കുക എന്നുള്ളതാണ്, ബിഷപ്പിനോടും അടുക്കുക എന്നുള്ളതാണ്. ഇപ്പം കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായിട്ടാണ് പല അച്ഛന്മാരും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ നാട്ടിൽ ബിഷപ്പുമാർ നടക്കുന്നത്. അവർ ദൈവത്തെക്കാളും എന്തോ മുകളിലാണെന്നാണ് അവരുടെ ഒരു അധികാരവും അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസിലൂടെ അവർ കാണിക്കുന്നത്. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ ഇത് വലിയ രീതിയിലുള്ള ചിന്തകൾക്ക് വിധേയപ്പെടുവാനും അവർ ചെയ്യുന്നതും അവർ പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കാനും പള്ളിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകന്നു പോകാനാണ് ആക്ച്വലി കൂടുതലും സാധ്യത. അതിനെക്കുറിച്ച് എന്താ ആക്ച്വലി തോന്നുന്നത്? യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള എന്ന് പറയുമ്പോഴത്തേക്ക് 30 തൊട്ട്
3.5 വർഷം. അപ്പോൾ ആ കാലയളവിൽ യേശുക്രിസ്തു അന്നത്തെ ജനങ്ങളുടെ യഹൂദന്മാരുടെ തെറ്റുകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവർക്കെതിരെ ആഞ്ഞടിച്ചു. ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൽ പോയിട്ട് പറഞ്ഞ് അവിടുത്തെ ബിസിനസ് മേഖലയായിരുന്നു. അവിടെ നിന്ന് അവരെ അടിച്ച് പുറത്താക്കുന്നുണ്ട്. ഈ അവസാനം പറയുകയാണ് ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല, അതെല്ലാം സംഭവിക്കുകയാണ്. അപ്പം ശക്തമായിട്ട് അന്നത്തെ ഭരണകൂടത്തിൻ്റെ തെറ്റായ വഴികളെ എതിർക്കുവാൻ കഴിയുന്നു. അതിലൂടെ യേശു ക്രിസ്തുവിന് 3.5 വർഷം കൊണ്ട് തൻ്റെ ജീവിതം പൂർണ്ണമാക്കി സമർപ്പിക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ അതല്ല ചിന്ത, കാഴ്ചപ്പാട് അതല്ല. ഇവിടുത്തെ പാസ്റ്റർ ബോർഡ് ജീവനക്കാരുടെ തങ്ങളുടെ ജീവിതം സേഫാക്കുക, എത്രത്തോളം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക, അതിന് ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികൾ പ്രയോഗിക്കുകയാണ് അവർ ഈ മാർഗത്തിലൂടെ ചെയ്യുന്നത്. എല്ലാ പുരോഹിതരും അങ്ങനെയല്ല, പക്ഷെ മെജോറിറ്റി എല്ലാവരും അങ്ങനെയെന്ന് പറയാൻ പറ്റും. മെജോറിറ്റി അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം വരുന്നത്. ഇപ്പം ചുരുക്കം ചില അച്ഛന്മാരെങ്കിലും ബ്രോക്കർ പണി ചെയ്യുന്നവരുണ്ട് ഈ അച്ഛന്മാരുടെ ലേബലിൽ. ഇപ്പം പെണ്ണന്വേഷിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള വസ്തു കച്ചവടം. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവർ ആക്ച്വലി ഈ പുരോഹിതൻ എന്ന് പറയുന്ന ഒരു ലേബലിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചർച്ചിനെ എങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആക്ച്വലി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഈ ചർച്ച തുടങ്ങുന്നത്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ മിഷണറിമാർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സഭകളൊക്കെ സ്ഥാപിച്ചതും നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമുക്കുണ്ടായതും. നമ്മളെല്ലാം ഈ ഉടുപ്പൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പായിട്ട് നമ്മൾ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം, അല്ലെങ്കിൽ പള്ളികളൊക്കെ വെക്കാനുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ടായതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ മിഷണറിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കൂടുതലും അവരുടെ ഒരു സ്വാർത്ഥതയിലേക്ക് മാത്രം ചുരുങ്ങി പോവുകയാണ് അച്ഛന്മാരുടെയും. ഇപ്പം പക്ഷെ നമ്മളിപ്പോൾ അച്ഛന്മാരുടെ ഭാഗം ചിന്തിക്കുന്ന പോലെ തന്നെ അൽമായ നേതൃത്വം നോക്കുകയാണെങ്കിലും പല അൽമായരും അവരുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യം, ഇപ്പം പള്ളിയിലെ പൊളിറ്റിക്സിൽ നിന്ന് തന്നെ മറ്റ് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പല അൽമായരും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ. അതും വലിയ ദോഷം തന്നെയല്ലേ ആക്ച്വലി? തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളാണ് ഈ സഭയെ ഇന്നുകൊണ്ട് ആത്മീകത വിട്ടിട്ട് ഭൗതികമായ ചിന്തകൾ മാത്രം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ. എല്ലാവർക്കും നേട്ടങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ മാറി ഇപ്പം തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വയംഭരണ അധികാരം മിഷണറിമാരിൽ നിന്ന് 1912 ഇവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചത് മിഷണറിമാർ വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ 56 എന്ന് പറയുന്നത് 56 വരെയുള്ള കാലഘട്ടത്തിലുള്ളവരായിരിക്കണം ചർച്ച് കമ്മിറ്റിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വരേണ്ടത്. അതല്ല എങ്കിൽ അതിന് ശേഷം വരുന്നവരെല്ലാം സ്വാർത്ഥ ചിന്തകളായിരിക്കും. തങ്ങളെ കുടുംബത്തിലേക്ക് എന്ത് നേടിയെടുക്കാമെന്നുള്ള ചിന്തകളായിരിക്കും അവരുടെ നേട്ടത്തിലേക്ക്. ഞാൻ കൗൺസിലാവുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് അന്ന് വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കൾ വന്ന് ഓഫർ ചെയ്ത് സർക്കാരിൽ ജോലി. ഞാൻ പക്ഷേ എനിക്കന്നും സർക്കാരിൽ ജോലിയോട് താല്പര്യമില്ല, ബിസിനസ് മേഖലയാണ്. അന്നും ഇന്നും ഞാൻ ഉൾക്കൊള്ളുന്നത് ബിസിനസ് മേഖലയാണ്. പക്ഷെ ഞാൻ അവരോട് പോയില്ല. പക്ഷേ അവർ ഒരു കൗൺസിൽ മെമ്പർ ഉണ്ടായാൽ തന്നെ ഓരോ മുമ്പേ സമീപിക്കുമ്പോൾ വിലക്കെടുക്കാൻ പറ്റുമെങ്കിൽ വിലക്കെടുക്കുക. അടുത്തൊരു ഭരണം വന്നിരുന്നാലും ചിലപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ വരും. ഈ വൈദികരിൽ 70% വരെയും പൈസ വാങ്ങും. അതല്ലെങ്കിൽ തിരുമേനിമാരായിട്ട് സിനീഡ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ പൈസ വാങ്ങും. അവർക്കെല്ലാം പൈസയാണ് ലക്ഷ്യം, അല്ലാതെ വേറൊന്നും ലക്ഷ്യമല്ല. ഇപ്പം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പം ഈ ഡെമോക്രസി, അതായത് ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ, ഇപ്പം നമ്മുടെ ദക്ഷിണ കേരള മഹായിടവയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും നല്ലവരെന്ന് പറയാനായിട്ട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരിക്കാം, ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ
നല്ലവരാണെന്ന് പറയാൻ ഒരാളെ പോലും എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഏറ്റവും കുറച്ച് തെറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പലരെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പം യഥാർത്ഥമായ ആത്മീകമായിട്ടുള്ള അല്ലെങ്കിൽ വേദപുസ്തകപരമായിട്ട് സഭയെ നയിക്കാൻ ഉള്ളൊരു നേതൃത്വം നിലവിൽ ദക്ഷിണ കേരള മഹായിടവയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതോ ഇനി വരാൻ സാധ്യത ഉണ്ടോ? എന്താണ് അങ്കിളിൻ്റെതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ എന്താണ്? ബൈബിൾ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴികളിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവർക്ക് ഈ സ്ഥാനങ്ങളിലോട്ട് നിൽക്കാൻ പറ്റൂല, ഈ ഭരണത്തിലോട്ട് വരാൻ പറ്റൂല. ഇങ്ങനെ ഒരു വൈദികനുണ്ടാവുമോ? ഇങ്ങനെ ഒരു വൈദികം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയിൽ തന്നെ ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇലക്ഷന്റെ എന്തോ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അത് എങ്ങനെ നീട്ടാമെന്ന് നോക്കിക്കൊണ്ട് കേസും ഇങ്ങനെ പകയുന്ന പോവുകയാണ് ഓരോ വ്യക്തികളും പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, ഞാൻ എൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനെക്കാളും കുറെ കൂടെ നല്ലത് ഈ നറുക്കിട്ടെടുക്കുന്ന ചീട്ടിട്ടെടുക്കുന്ന രീതിയല്ലേ. ആക്ച്വലി വേദപുസ്തക പ്രകാരം നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ഒരു പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുന്നുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് പലപ്പോഴും ഈ സ്വാധീനങ്ങൾക്ക് പബ്ലിക്കും എല്ലാ തലങ്ങളിലുള്ള, ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ കൗൺസിൽ മെമ്പറിനെ തന്നെ വിലപേശുന്ന സാഹചര്യം വരികയാണ്. അല്ലെങ്കിൽ ഈ താഴോട്ട് ചർച്ചിലേക്ക് ഓരോരുത്തർക്കും അവർക്ക് ഓഫർ കൊടുക്കുകയാണ്, അവിടെ ജോലി കൊടുക്കാം, ഇവിടെ ജോലി കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പം അതൊക്കെ തന്നെ അവർ അധികാരത്തിൽ വന്നാൽ കൊടുക്കാം, അവർക്ക് വോട്ടിടണം എന്നുള്ള ആ ഒരു ബേസിക് ഐഡിയ എന്നാണ് പലപ്പോഴും വരുന്നത്. അപ്പം ഇത് എപ്പോഴും ഒരു രണ്ട് ഫാക്ഷനായിട്ട് ഇങ്ങനെ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ പലപ്പോഴും. അപ്പം ഒരു സൊല്യൂഷനായിട്ട് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്നല്ല, പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ജനാധിപത്യ രീതിയെക്കാളും ആക്ച്വലി ഈ നറുക്കിട്ടെടുക്കുന്ന രീതി കുറെ കൂടെ ബെറ്റർ അല്ലേ? നറുക്കെടുക്കുന്നത് ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ജനങ്ങൾ ഈ സ്ഥാനങ്ങളിലോട്ട് വരണം. അത് അല്ലാത്ത ഒരാളിന് നറുക്കെടുപ്പിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആത്മീകമായും ഭൗതികമായും സഭയെ നയിക്കണം. ആത്മീകമായിട്ട് മാത്രം പോരാ, അവർ ഈ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇന്ന് AI യുഗത്തിലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഈ AI യുഗത്തിൽ എങ്ങനെ നമ്മൾ നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കാം, മുന്നിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ആ കാഴ്ചപ്പാടുള്ളവരായിരിക്കും സർക്കാർ തലത്തിൽ നമ്മുടെ ജോലികളിൽ ഇരിക്കുന്നവർ. അവരിവിടെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ കഴിവും പ്രാപ്തിയുമുള്ള ഒരു സമൂഹം മാറി നിൽക്കേണ്ടി വരുന്നു സഭയിൽ. LC ചർച്ചിൽ മറ്റ് ചർച്ചകളിൽ നോക്കുകയാണെങ്കിൽ അവരായിരിക്കും മുന്നിൽ വരുന്നത്. അവിടുത്തെ സമൂഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമ്പത്ത് ഇതെല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ആൾക്കാരെ കണ്ടെത്തി നറുക്കിടുന്നതിനേക്കാൾ സെലക്ഷൻ ചെയ്യുക, എല്ലാവരും കൂടി സെലക്ഷൻ ചെയ്യുക. പക്ഷെ അതാണല്ലോ കൂടുതൽ എപ്പോഴും അഴിമതിയിലേക്ക് പോകുന്നത് ആക്ച്വലി. സെലക്ഷൻ ഇപ്പം കൂടുതൽ കാശുള്ളവർ കൂടുതൽ പൈസ കൊടുത്ത ആൾക്കാരെ ഒരു രാത്രി കൊണ്ട് തന്നെ ഭരണം മറിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കിട്ടിയാൽ മതി ഭരണം മറിക്കുമെന്ന്. ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ജനങ്ങൾ അത്രയും ബോധവാന്മാരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അത്രയും ധാർമ്മികമായിട്ടും വേദപുസ്തക പ്രകാരമാണ് നമ്മൾ ജനങ്ങളൊക്കെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആക്ച്വലി ഈ ജനാധിപത്യം വിജയിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തു. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. പല തരത്തിലുള്ള ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നത്, പല സഭകളിൽ നിന്ന്, പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന്. അവരിൽ പലപ്പോഴും ഭൂരിഭാഗം പേരും സ്വാധീനങ്ങൾക്ക് വിധേയപ്പെടുന്ന ആൾക്കാരുമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഒരു കാശുള്ള ഒരു ആൾ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു മുതലാളി വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങാനും ഈ മൊത്തത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ഉദ്ദേശമാണ് ആക്ച്വലി ജനാധിപത്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഉദ്ദേശത്തെ തകിടം മറിച്ച് കളയാൻ പലപ്പോഴും ഈ പറയുന്ന അഴിമതിയിലൂടെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥത കാണിക്കാത്തവരും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരുമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്
ഇവിടെ വരേണ്ടത് ഒരു വിശ്വാസ സമൂഹമാണ് വരേണ്ടത്. സഭയെ നിയന്ത്രിക്കേണ്ടത് പൂർണ്ണത വിശ്വാസം ഉള്ളവരാണ്. വിശ്വാസം ഇല്ലാത്തവർ വരുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എന്തെങ്കിലും നേടണമെന്നുള്ള ചിന്തയാണ്. ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ പോയി, അവിടെ മൂല്യച്യുതി സംഭവിച്ചു കഴിഞ്ഞു. ആ ഒരു കാഴ്ചപ്പാടോടാണ് സഭയുടെ പുരോഹിതൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വരണത്. ഇന്ന് സഭയിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 4 ആഴ്ച കൊണ്ട് തീരെയാണ് ആരാധനകൾ. ഇവിടെ ആർസിപ്പള്ളിയിലും ഒക്കെ ആണെങ്കിൽ ഒരു വൈദികൻ്റെ ശമ്പളം അല്ല ഇവിടുത്തെ CSI പള്ളിയുടെ ശമ്പളം. അവിടെ ശമ്പളം ഇല്ലെന്ന് തോന്നുന്നു, വളരെ ചെറിയ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. അവിടെ എല്ലാ ദിവസവും ആരാധനയുണ്ട്, കുർബാനയുണ്ട്. ഇവിടെ ആഴ്ചയിൽ 1 മാസത്തിൽ ഒരിക്കലാണ് ആ വിശ്വാസം. ഇത് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ആരാധന ഉണ്ടാവണം പള്ളിയിൽ. ആ ഉത്തരവാദിത്ത ബോധം വൈദികനുണ്ടാവണം സഭയെ നയിക്കാൻ. എല്ലാ ദിവസവും ജനങ്ങൾക്ക് വന്നു പോകാനുള്ള അവസരം ഉണ്ടാവണം പള്ളിയിൽ. ഇതാഴ്ചയ്ക്കൊരിക്കൽ വരുന്നു, ആരാധനക്രമങ്ങളൊക്കെ റെക്കോർഡിട്ടിരിക്കുന്ന പോലെ കേൾക്കും, വായിക്കുന്നു, പോകുന്നു. അത് ആത്മീയമായിട്ട് ഉൾക്കൊള്ളുന്നില്ല, ആത്മീകതയില്ല, നഷ്ടപ്പെട്ടു പോയി. ഭൗതികതയും ഇല്ല. ഭൗതികത എങ്ങനെ വക്രതയോടുകൂടെ സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കാമെന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ സഭകളിലേക്ക്. വിശ്വാസത്തിൻ്റെ ഒരു സമൂഹമുണ്ട്, അറിവിൽ കുറഞ്ഞ ആൾക്കാർ, ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാത്തവർ, ഇവർ പറയുന്നത് മാത്രം കേൾക്കുന്ന ആൾക്കാർ. അവരിങ്ങനെ എന്ന് വിചാരിച്ച് ഈ സഭയിലേക്ക് എന്തോ സ്വയം പര്യാപ്തതയിൽ നിൽക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പുരോഹിതൻ വീട്ടിൽ വരുമ്പം എനിക്ക് പ്രത്യേകിച്ച് കാണിക്ക കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരേക്ക് തൊഴിലുറപ്പിലൂടെയൊക്കെ കിട്ടുന്ന ഒരു 10,000-5,000 രൂപയായിരിക്കും. അതിൽ നിന്ന് അവർ ദശാംശവും കഴിഞ്ഞ് മാറ്റി വെച്ച് പള്ളിക്ക് കൊടുക്കും. ഞാനും ദശാംശം കൊടുത്ത് വന്ന് തന്നെ ഇതുവരെയും. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ദശാംശം ഞാൻ ചിലവാക്കുകയാണെങ്കിൽ എൻ്റെ അതായത് മറ്റുള്ളവരെ അപകരിച്ച് ഞാനത് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷം കൊണ്ട് പള്ളിയിൽ പോകാനില്ല. കൊറോണ വന്നു, അത് കഴിഞ്ഞിട്ട് സ്വയംഭരണങ്ങൾ വന്നു, സഭയിൽ ഒരു തമ്മിലടിക്കത്തക്ക രൂപം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചർച്ചിൽ കുറേ യുവാക്കൾ സർക്കാർ തലത്തിൽ ജോലിയൊക്കെ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വെളിയിൽ നിന്ന് പലരും ഭീഷണികളുണ്ടായി. അപ്പോഴതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോകണില്ല. അപ്പോൾ ഒരു 10-20ഓളം പേര് പള്ളിയിൽ പോകാതായി. ഞാനാണ് ഏറ്റവും പ്രായം കൂടിയത്. സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യം വന്നോ ആർക്കെങ്കിലും? ഇല്ല. ഇപ്പം സർക്കാർ ഒരു സഹായം ചെയ്തിട്ടുണ്ട്, നേരിട്ട് വാങ്ങാം, വില്ലേജ് ഓഫീസിൽ. ഇപ്പൊ ഇന്ന് എല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്, ദരിദ്രരെ ഭീഷണിപ്പെടുത്തുകയാണ് സഭയിൽ. ദരിദ്രർക്ക് 10-900 രൂപയൊക്കെ മാസവരി എഴുതി വയ്ക്കും. മാസവരി അന്ന് ഒരു വിവാഹം നടന്നാൽ ഒരു സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ അവരെല്ലാം പിഴിഞ്ഞ് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. ദരിദ്രരോട് ഒരു കരുണയും ഇല്ല. മാസവരി മാത്രം വാങ്ങിച്ചെങ്കിലും കുഴപ്പമില്ല. ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള തുക എഴുതിയിട്ടിട്ട് അത് കുടിശ്ശികയായിട്ട് കണക്കാക്കും. ഇപ്പൊ നമ്മൾ കല്യാണ സമയത്ത് ലെറ്ററിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എടുത്ത് കാണിച്ച് ഇതെല്ലാം അടച്ചു കഴിഞ്ഞാല് നമുക്ക് കല്യാണത്തിന് ലെറ്റർ തരുള്ളൂ. അത് വലിയ ഗുണ്ടായിസമല്ലേ ആക്ച്വലി കാണിക്കുന്നത്? തീർച്ചയായും അതാണ്. ദരിദ്രരോട് കരുണ കാണിക്കാത്ത ഒരു പ്രവർത്തനമാണ് സഭകളിൽ നിന്ന് നടത്തുന്നത്. ഇതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് ആക്ച്വലി. ചർച്ച് അല്ലെങ്കിൽ അവരുടെ ദൗത്യത്തിൽ നിന്ന് മാറുകയും ഒരു കാശ് ഉണ്ടാക്കാൻ. ഇപ്പം നമ്മൾ പല പള്ളികളും നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇല്ലാത്തതായിട്ട് ഒരു ചർച്ചും കാണാൻ പറ്റില്ല. എന്തെങ്കിലും കൺസ്ട്രക്ഷൻ എല്ലാ ചർച്ചുകളിലും ഉണ്ട്. അപ്പം അതിനൊരു ബിൽഡിംഗ് കമ്മിറ്റി ഉണ്ടാവും, അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടാവും. പക്ഷെ എത്രത്തോളം ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ റെഗുലറായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല, അവരെ കൺസേൺസ് എന്താണ്, അല്ലെങ്കിൽ അവരെ വരാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, ആ ഒരു യൂണിറ്ററി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വിഷനോ കാഴ്ചപ്പാടോ ഒന്നും ഇല്ല ആൾക്കാർക്ക്. ദരിദ്രരോട് കരുണ കാണിക്കാൻ ദൈവമാണ് പറഞ്ഞത്, യേശുക്രിസ്തുവാണ് പറഞ്ഞത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനാണ് എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതല്ല,
ഇന്നത്തെ വൈദികർ പോകണമെങ്കിൽ ആ വീടുകളിൽ പോകുമ്പോൾ ഓരോ കവ കൂടി കിട്ടണം. കഴിഞ്ഞ അങ്ങാഴ്ച ഒരു വൈദികൻ്റെ വിടവാങ്ങൽ സന്ദേശം കേട്ടു. അപ്പോൾ ആ സഭയിലെ സെക്രട്ടറി ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കവക വാങ്ങി കൊടുക്കും. എല്ലാ ജനങ്ങളും അങ്ങനെ കൊടുക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. കക്കൂലി വാങ്ങുന്നതിന് സമാനമല്ലേ ഇത് ചെയ്യുന്നത്? തീർച്ചയായും അതിനേക്കാൾ പാവമാണ് ആക്ച്വലി. ഒരു വൈദികൻ ഈ ഏകദേശം സഭകളിൽ ഇരിക്കുന്ന വൈദികരെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ 4 പ്രാവശ്യം വരണ്ടേ? ഒരു കല്യാണത്തിൻ്റെ തുടങ്ങിയത് തൊട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരണ്ടേ? അതിന് പ്രത്യേകിച്ച് ഞങ്ങൾ കാണണം. അങ്ങനെ പറഞ്ഞു വാങ്ങിക്കുന്ന അച്ഛന്മാരുണ്ട്, ഉണ്ട്. പബ്ലിക്കായിട്ട് പറഞ്ഞ്. അത് എൻ്റെ ചർച്ചിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസ്പ്യൂട്ട് എൻ്റെ മാരേജിൻ്റെ ആ സമയത്ത് നടക്കുകയുണ്ടായി. പബ്ലിക് ആരാധനയിൽ എനിക്ക് ചോദിക്കേണ്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന അച്ഛൻ ആ കാര്യത്തിലൊക്കെ വളരെ മാന്യമായിട്ടുള്ളൊരു അച്ഛനാണ്. പക്ഷേ പള്ളിയിൽ തന്നെ പരസ്യമായിട്ട് പറയുകയാണ്, നമ്മൾ ഇന്ന കല്യാണത്തിന് വരുമ്പോൾ നിങ്ങൾ പിന്നെ കല്യാണം വിളിക്കാൻ വരുമ്പോൾ വെറുതെ വരരുത്, കുടുംബമായിട്ട് വരണം, എന്തെങ്കിലും കഴിക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. ഞാൻ വ്യക്തമായിട്ട് ആ വേർഡിങ്സ് ഓർക്കുന്നില്ല. അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒരാളെ വീട്ടിൽ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു അച്ഛൻ പള്ളിയിൽ പുൽപ്പിറ്റിൽ നിന്ന് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ചോദിക്കേണ്ടി വന്നു, എനിക്കും എൻ്റെ ഫാദറിനും ചോദിക്കേണ്ടി വന്നു അച്ഛൻ്റെ റേറ്റ് എത്രയാണെന്ന്. അപ്പം അങ്ങനത്തെ സാഹചര്യം ഉണ്ട് ആക്ച്വലി. അച്ഛൻ്റെ റേറ്റും കൂടെ പറയണ്ടേ, എന്നാലേ നമുക്കതറിയാൻ പറ്റുള്ളൂ. അപ്പം പള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന സ്ഥലമല്ല, പിടിച്ചു പറിക്കുന്ന സ്ഥലമായിട്ട് ദേവാലയങ്ങൾ മാറുന്നുണ്ടെന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കൂടെ പല ചർച്ചകളും ഇന്ന് പോകുന്നത് ഒരു തട്ടിക്കൂട്ട് പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ യാഥാർത്ഥ്യവുമായിട്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ വിശ്വസ്തതയോ ഒന്നും തന്നെ സഭകളിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് അതിൻ്റെതായ സാലറി എല്ലാ മാസവും കൃത്യമായിട്ട് സഭ കൊടുക്കുന്നുണ്ട്. അതിനുപരിയാണ് ഈ പറയുന്ന കാശ് അവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. പല സഭകളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുടിശ്ശികയുണ്ട്, ശമ്പളം കിട്ടാത്ത പല സഭകളും ഉണ്ട്. അത് ഈ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കാത്തവരെ പണിഷ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ നേതൃത്വത്തിനോട് ചേർന്ന് നിന്ന് അവരെന്ത് തെറ്റ് ചെയ്തിരുന്നാലും അവരോട് കൂടെ നിൽക്കുന്നവർക്ക് ഏറ്റവും വലിയ സഭകൾ കിട്ടും. നന്നായിട്ട് പോകുന്നു സാമ്പത്തികമായിട്ട്. അല്ലാത്തവരെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഏതെങ്കിലും ചെറിയ സഭകളിൽ കൊണ്ടിരുത്തും, അവിടെ കിടന്ന് അവർ നരകിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് പള്ളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പള്ളിയെ എനിക്കറിയില്ല എത്രത്തോളം, ഞാൻ കേട്ട് കേൾവിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാമ്പത്തികമായിട്ട് ഒരുപാട് പള്ളിയെ ഈ നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചവരും അല്ലെങ്കിൽ എത്തിച്ചവരും അല്ലെങ്കിൽ ആ രീതിയിൽ ഈ പള്ളി ഇന്നത്തെ നിലയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പലരും ഇന്ന് പള്ളിക്ക് പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പള്ളിക്ക് പുറത്തല്ല, ഒരു സമരമാണ്. സമരം ചെയ്യണ പല രീതിയിലാകാം. പോകാതെ വരുന്ന സമരം ചെയ്യാം. ഒരിക്കലും എന്തോ ഒരു സിംഹം ഇര പിടിക്കാനായിട്ട് അങ്ങനെ പതിയിരിക്കും. എന്തോ പതിയിരിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് അത്, അല്ലായെങ്കിൽ അതിന് ശ്രമം കൂടുതലായിരിക്കും ഇര പിടിക്കാൻ. അതുപോലെ പല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതല്ല, മാറി നിൽക്കേണ്ടി വന്നാൽ മാറി നിൽക്കും. കാരണം തമ്മിലടിക്കുന്ന ഒരു കൂട്ടുകുടുംബം പോലെ വളരെ ഐക്യമായിട്ട് ജീവിച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിന്നത്. അവിടെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തികൾ പോലും മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നു. ഇലക്ഷൻ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നിട്ടില്ല. ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കാം, ആർക്ക് വേണോ അവിടെ പ്രവർത്തിക്കാം, ഏത് മേഖലയിൽ വേണോ പ്രവർത്തിക്കാം. അത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് മഹായിടവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പാസ്റ്റർ ബോർഡിന് ജീവനക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഈ വെളിയിലോട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ എല്ലാം അഡ്വാൻസുകളുണ്ട്. ആ പള്ളി പണിക്ക് വേണ്ടി അഡ്വാൻസ് ചെയ്തത് കിട്ടാനുണ്ട്. ഇവരാരും ചോദിക്കാൻ പോയിട്ടില്ല, ഞാനുൾപ്പെടെ. അപ്പോൾ
നമ്മളെ മാറി നിന്ന് കൊടുക്കുകയാണ്, തമ്മിലടിക്കണേ എന്തിന്? അവർ ആ തെറ്റ് മനസ്സിലാക്കി. ശ്രീ ജയപാലൻ ഡീക്കരായിരുന്നു സെക്രട്ടറി ആയിരുന്നത്. ആ ആ ഭരണത്തെ അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, സഭ തിരഞ്ഞെടുക്കപ്പെട്ട. അയാളെ പുറത്താക്കിക്കൊണ്ട് വേറൊരാൾക്ക് ആ സ്ഥാനത്ത് വന്നു. അയാൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമാകണം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അവരുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഇപ്പം 2 പേരേക്ക് അവിടെ ലാസ്റ്റ് ഗ്രേഡിൽ ജോലി കിട്ടി. ഈ എന്തോ അതാണ് വലുതെന്ന് തോന്നി അവരവിടെ കയറി. അത് നേരത്തെ പറഞ്ഞില്ലേ, എന്ത് കിട്ടുമെന്നുള്ള ചിന്തയാണ്, അതിലേക്ക് വേണ്ടി അല്ല. അപ്പോൾ ഇന്ന് ഏകദേശം സഭകളിലും ചെറിയ സഭകളിലെല്ലാം മേശമേലാണ് കാണിക്കുക. മേശമേലിടും കൊണ്ട് കാണിക്ക വയ്ക്കുമ്പോഴത്തേക്ക് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഇപ്പം 10 രൂപ ഇടാൻ നിവൃത്തിയില്ലാത്തവരും വരൂല, പള്ളിയിൽ വരൂല. അങ്ങനെ ഉള്ള കുടുംബങ്ങളുണ്ട്. ചോദിക്കും, ആക്കില്ല. ഈ പൈസ കൊണ്ട് ഒരു 500 കൊണ്ടുവന്ന് അച്ഛൻ്റെ മുമ്പ് നോത്ത് വയ്ക്കും, അച്ഛൻ കാണട്ടെ എന്ന് വെച്ച്. ഈ പൈസ ഇല്ലാത്തവൻ കൊണ്ടുവന്ന് 10 രൂപ ഇങ്ങനെ കൈവം കമഴ്ത്തി വയ്ക്കും. അവൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. ഈ മേശമേൽ കാണിക്കുക തന്നെ ആത്മാർത്ഥതയുടെ പുറത്തല്ല, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ കഴിയണില്ല ജനങ്ങൾക്ക്. നിങ്ങൾക്ക് അവർ പഠിപ്പിക്കണേന്ന് പറഞ്ഞാൽ ആൾക്കാരിലെ മുന്നിലേക്ക് വന്ന് നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും. അത് തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായും. കാരണം നിങ്ങൾ പള്ളിക്ക് കൊടുത്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അത് വളരെ വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന. ആക്ച്വലി വിശ്വാസവഞ്ചനയുടെ പേരിൽ കേസെടുക്കണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും, പിന്നെ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. ആക്ച്വലി യുവജനങ്ങൾക്ക് കുറെ കൂടെ അവർ ഇതിനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ടുമാണ് ആക്ച്വലി പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. തീർച്ചയായും യുവ സമൂഹം ഇന്ന് ദേവാലയത്തിൽ വരാൻ മടിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ പുരോഹിതരെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ കണ്ട് ഒരു 10-20 വർഷത്തിന് മുമ്പേ എണീറ്റ് നിൽക്കുമായിരുന്നു അക്രൈസ്തവർ പോലും. ഇന്ന് ഈ വിഷയങ്ങളും മെഡിക്കൽ കോളേജിലും മറ്റ് സ്ഥലങ്ങളിലുള്ള കോഴയും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതും എല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അവരൊരു മൈൻഡ് ചെയ്യുന്നില്ല. തത്തീര് പള്ളി വെച്ചപ്പോഴത്തേക്ക് പിന്നെ ആ ബെല്ലൊക്കെ എടുക്കാൻ മുകളിൽ കയറ്റാൻ നേരത്ത് അക്രൈസ്തവരാണ് വന്ന് സഹകരിച്ചതും എടുത്തതും കയറ്റിയതും ഒക്കെ അവരവിടെ വന്നു. ഇപ്പോഴവരാരും വരണില്ല, വരാൻ പറ്റാതെ ആക്കി. 97-ലാണെന്ന് തോന്നുന്നു PSC കോച്ചിങ് നടത്തി. PSC കോച്ചിങ് നടത്തുമ്പോഴത്തേക്ക് അന്ന് അക്രൈസ്തവരും എല്ലാവരും വന്നു, പലരേക്കും ജോലി കിട്ടി. അങ്ങനെ തത്തീര് പള്ളിയിൽ കുറേയധികം യുവാക്കൾക്ക് ഒന്നേൽ ഉന്നതങ്ങളിലോട്ട് പഠിച്ചു പോയി, അല്ലെങ്കിൽ ജോലിയിൽ കയറി. ഇങ്ങനെയൊക്കെ വന്നതിന് പിന്നിൽ അന്നേ ഒരു തുടങ്ങിയ PSC കോച്ചിങ് ആണ്. അപ്പോൾ ഹിന്ദുക്കൾ വന്നു. അപ്പം മാറി വന്ന പുരോഹിതന്മാർ പറഞ്ഞു ഇവരെ ഉൾക്കൊള്ളാൻ പറ്റൂല, നമ്മളിൽ നിന്ന് അവരേക്ക് പോയി അവർ ജോലി കയറും, നമ്മളെ ആൾക്കാരും ജോലി കയറില്ല. അതുകൊണ്ട് അത് പറ്റില്ല എന്ന് വാശി പിടിച്ച് അതിനെ പുറത്താക്കി. അപ്പം നമ്മൾ സമൂഹമായിട്ടുള്ള അകൽച്ച കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചുറ്റുപാടിലുള്ള ഇന്ന് ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്യമാണ് എസ്തർ 1:1 കോശ് ദേശം മുതൽ ഓർക്കുന്നില്ല ആ വാക്യം അങ്ങനെ. അപ്പം അഹശ്വേരോഷ് രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കോശ് ദേശം മുതൽ ഹിന്ദുദേശം വരെ ഭരിച്ചിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുദേശം എന്ന് പറയുമ്പം ഇവിടെ ഇന്ത്യയാണ്. ഈ ഇന്ത്യയിലുള്ള ഭരണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. അവരെ ഉൾക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഉൾക്കൊണ്ടു. അവരുടെ സ്ഥലങ്ങൾ സമ്മാനമായിട്ട് നൽകി. ഇവിടുത്തെ പല രാജാക്കന്മാരും. അതിലൊരു രാജാവ് പറഞ്ഞ ഒരു വാക്യം തന്നെ ഇങ്ങനെ ഓർമ്മ വരണത്, ഇവർ വന്നില്ലായിരുന്നെങ്കിൽ, മിശ്രകന്മാർ വന്നില്ല എങ്കിൽ ഈ ജനങ്ങൾ നശിച്ചു പോകുമായിരുന്നു.
ആയിരുന്നു, ഉന്നതങ്ങളിലെത്തൂലായിരുന്നു. അവർ ചെറിയ കുടിലുകളിലോ കാട്ടിൻ്റെ ഉള്ളിലോ ഒക്കെ താമസിച്ചിരുന്ന, വസ്ത്രം ധരിക്കാതെ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ അടിമകളായിട്ട് ഒരു 400 വർഷത്തിന് മുമ്പേ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അന്നും താഴ്ന്ന ജാതിക്കാരെയാണ് അടിമകളായി വിറ്റിരുന്നത്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിലെ ആൾക്കാരെയും വിറ്റിരുന്നു അടിമകളായി. അത് നമുക്ക് കാണണമെങ്കിൽ ഇന്ന് അന്നത്തെ ചരിത്രം എടുത്ത് വായിച്ചാൽ മതിയാവും. തുറമുഖങ്ങളിലൂടെ വിറ്റിരുന്നിരുന്നതൊക്കെ. എപ്പോഴും ചർച്ചിനൊരു സമൂഹമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സഭയുടെ ഭാഗമാണ് ആക്ച്വലി. തീർച്ചയായും. പക്ഷെ അതിന്ന് ആ ദൗത്യവും ഇല്ല. സമൂഹമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ താക്കിയത് മാറി മാറി വരുന്ന പുരോഹിതന്മാരാണ്. അവർക്ക് ആ കാഴ്ചപ്പാടുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇന്ന് ഈ 4 ഇപ്പം ഒരു 4-5 വർഷത്തിനിടയിൽ 4 കുടുംബങ്ങൾ സഭയിൽ നിന്ന് TC വാങ്ങിച്ചു പോയി. എന്ത് കാരണം കൊണ്ടാണ്? ഇന്നത്തെ ഭരണകർത്താക്കളോട് യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കണം. CSIയിലേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ സഭയുടെ നേതൃത്വം സഭയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. ഇപ്പോൾ ഈ യുവജനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇപ്പം സൺഡേ സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ യുവജന സംഘടനകളാണെങ്കിലും ആൾക്കാർ കുറയുന്നു. അതുപോലെ തന്നെ വിമൻ ഫെലോഷിപ്പ്, പല ഫെലോഷിപ്പുകളും ഒരു തട്ടിക്കൂട്ട് രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഞാൻ പല സഭകളിലും മനസ്സിലായത്. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്നവർ വളരെ കുറവാണ് ആക്ച്വലി ഈ സംഘടനകളിൽ. അപ്പോൾ ഇതിനൊരു തിയോളജിക്കലി ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ലിബറൽ ദൈവശാസ്ത്രം, അതായത് എക്യൂമെനിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഏത് സ്ഥലത്താണോ നമ്മൾ ആയിരിക്കുന്നത് ആ സ്ഥലത്തുള്ള വിശ്വാസത്തെയും കൂടെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. അതായത് വിശ്വാസങ്ങളെ തമ്മിൽ മിക്സ് ചെയ്യുക എന്നുള്ളത്, ഹൈബ്രിഡൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് സെമിനാരികളിൽ പലരെയും പഠിപ്പിക്കുന്നത് ഒരു ലിബറൽ ആയിട്ടുള്ളൊരു ദൈവശാസ്ത്രമാണ് ആക്ച്വലി. ഇപ്പം പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ അടിച്ചമർത്തിയിരുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല. ഇപ്പം വേദപുസ്തകപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും വളരെ വ്യക്തമായിട്ട് വ്യത്യസ്തരായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൗത്യങ്ങൾ ഏൽപ്പിച്ചാണ് ദൈവം മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബം അല്ലെങ്കിൽ വിവാഹ ബന്ധം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈബിളിലുള്ള തന്നെ ഒരു കൽപ്പനയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും തന്നെ കുട്ടികളെ പറഞ്ഞ് കേൾപ്പിക്കുകയോ പള്ളിയിൽ പ്രസംഗിക്കുകയോ ഈ സംഘടനകളിൽ ഡിസ്കസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനിൽ ഭൂരിഭാഗം പേരും കല്യാണം കഴിക്കാനേ താല്പര്യമില്ല. അപ്പം പ്രത്യേകിച്ച് ചർച്ച് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തെ കുറെ കൂടെ ബെറ്ററാക്കി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. കുടുംബജീവിതവും വിവാഹ ജീവിതവും കുറെ കൂടെ ബെറ്ററാക്കാനും നമ്മുടെ സ്വഭാവം കുറെ കൂടെ രൂപാന്തരപ്പെടുത്താനും. ഇപ്പം പല VBSൻ്റെ തീം, ഞാൻ 2-3 പ്രാവശ്യമായിട്ട് VBSൻ്റെ തീമുകൾ നോക്കുമ്പോൾ വെറും പൊള്ളയായിട്ടുള്ള കുറേ തീമുകളാണ് ആക്ച്വലി കുറച്ച് VBSന് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പല ടെക്സ്റ്റുകളും ഈ സൺഡേ സ്കൂളിൻ്റെ ആണെങ്കിലും വിമൻസ് ഫെലോഷിപ്പിൻ്റെ ആണെങ്കിലും പല ടെക്സ്റ്റ് ബുക്കുകളും എടുത്ത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നതൊക്കെയാണ് പല ഓതേഴ്സും അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ അച്ഛന്മാരൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ സഭയെ രൂപാന്തരപ്പെടുത്തുന്നതോ സഭയെ ആത്മീകമായി ഉദ്ദീപിപ്പിക്കുന്നതോ ഒന്നും അല്ല എന്നുള്ളത് വലിയ രീതിയിലുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ ചർച്ച് ലെവലിൽ മാത്രമല്ല, വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെമിനാരി മുതൽ, അല്ലെങ്കിൽ അൽമനാക്ക് പ്രിപ്പയർ ചെയ്യുന്ന തലം മുതൽ, അല്ലെങ്കിൽ ഈ പാഠപുസ്തകങ്ങൾ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി മുതൽ മൊത്തത്തിലൊരു അഴിച്ചു പണി ഉണ്ടായാൽ മാത്രമേ ഇതൊരു എന്താ പറയുക ക്യാൻസർ പോലെ പല മേഖലകളിലേക്കും പിരിക്കാൻ പറ്റാത്ത വിധം ഈ ഒരു പ്രോബ്ലം പെനിട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അകത്തേക്ക് കയറി ചെന്ന് നശിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു രീതിയിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും ശരിയാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു പരിധി വരെ.
ദൈവം എന്തെങ്കിലും മിറക്കിൾ ചെയ്താൽ മാത്രമേ ആക്ച്വലി അതിനകത്ത് എന്തെങ്കിലും നടക്കും. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ബോധ്യവാന്മാരാകണം എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇതെല്ലാം തന്നെ പല തലങ്ങളിൽ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യവും അതിൻ്റെ പ്രാധാന്യവും നശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുമുള്ള ഒരു വോയിസ് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെ, അത് മാറണം. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊരു മാറ്റം വരണം. ആത്മീക നിലയിൽ തന്നെ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണ നിലയിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. ഭരണഘടനയിൽ തന്നെ മാറ്റം വരേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് വന്നാൽ മാത്രമാണ് നമ്മുടെ സഭ കുറേ കൂടെ മെച്ചപ്പെട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയുക എന്നാണ് തോന്നുന്നത്. അടിമുടി മാറ്റം വരണം. ഈ പുരോഹിതന്മാരുടെ രീതികൾക്ക് മാറ്റം വരണം, ഭരണഘടനയ്ക്ക് മാറ്റം വരണം, ഈ പറഞ്ഞ അൽമനക്ക് തുടങ്ങി മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ നിലപാടുകൾക്ക് മാറ്റം വരണം. എന്നാൽ മാത്രമേ ഈ സഭ കുറേ കൂടെ രൂപാന്തരപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പള്ളിയിൽ 1% സംവരണം ഇല്ല എങ്കിൽ പള്ളിയിൽ ഇതിനേക്കാളും കുറഞ്ഞ് ആളുകൾ കുറയും. രണ്ടാമത്, ഇന്ന് പാസ്റ്റർ ബോർഡ് ജീവനക്കാരുടെ കണ്ണ് നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ബോർഡ്, എഡ്യൂക്കേഷൻ ബോർഡ്, അവിടെ നമ്മൾ എങ്ങനെ ആളുകളെ എത്തിക്കാം എന്നുള്ള ചിന്തയാണ്. ഇവിടെ മാറ്റം വരണമെങ്കിൽ ഇവരുടെ ജോലിയുടെ ജീവനക്കാരുടെ പീരീഡ് 56 വയസ്സാക്കണം. അതുവരെ സ്വാർത്ഥ ചിന്തകളില്ല. മറ്റുള്ളവരോട് യോജിച്ച് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലം എന്ന് പറയുമ്പോഴത്തേക്ക് 3 വർഷമാണ്. ആ 3 വർഷം തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചു. ഈ തീക്ഷ്ണതയൊക്കെ കഴിഞ്ഞ് കുടുംബത്തിൻ്റെ ഭദ്രതകൾ, കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ ചുമക്കണമെന്ന് പറഞ്ഞാൽ ഇവരെ അത് തീർച്ചയായും ദക്ഷിണ കേരള മഹായിടവയ്ക്ക് ഒരു അനുഗ്രഹമല്ല, ഇനിയും പിന്നിലേക്ക് കൊണ്ടുപോകും. ഇപ്പം തകർന്നു പോകണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇൻഷുറൻസുകൾ ഒന്ന് പിൻവലിച്ചാൽ മതി. കാരക്കുളം ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പല ഹോസ്പിറ്റലുകളും ഇല്ലാതാവും. കാരണം ഇൻഷുറൻസ് കൊണ്ട് ചികിത്സയ്ക്ക് പോകുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് അവർ കൂടുതൽ രോഗികളായി മാറുന്നു. അവരെ രോഗം ഭേദപ്പെടുത്തുകയല്ല ലക്ഷ്യം. അവരുടെ ഇൻഷുറൻസ് എങ്ങനെ വീണ്ടും വീണ്ടും കിട്ടുമെന്നുള്ളതാണ്. കൊള്ളാം. ഞാനൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഇങ്ങനെ ജലദോഷവും തുമ്മലും ഇങ്ങനെയൊക്കെ വന്ന് പോയിക്കൊണ്ടേയിരുന്നു. കുറേ ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു ദിവസം വിചാരിച്ചു ഒന്ന് മാറ്റി പോകാമെന്ന്. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ആഴ്ചയിൽ ഒരാഴ്ച കഴിക്കാൻ മരുന്ന് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചു നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണമെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സോപ്പും അതും ഇതൊക്കെ തന്നു. ഒരു 300 രൂപയ്ക്ക് വരെയുള്ള സാധനം വെളിയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരുപാട് പൈസ ചിലവാക്കിയ ഒരു സംരംഭമാണെന്ന്. വേണ്ട, പ്രൈവറ്റിൽ അടുത്ത് പോയെങ്കിൽ ഒരു 300-350 രൂപയിൽ തീരുമായിരുന്നു. 350 രൂപയിൽ ആഴ്ച തോറും 350 രൂപയാണ്. ഇതൊറ്റ പ്രാവശ്യം കൊണ്ട് ഏകദേശം 2 മാസം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതുപോലെയാണ് ഇന്നത്തെ പ്രൈവറ്റ് മേഖലകളിൽ ഓരോ ഡോക്ടർക്കും ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്ര രൂപയുടെ വരുമാനം ഉണ്ടാക്കണം, ഇത്ര രൂപ സാലറി, ഇത്ര രൂപ നിങ്ങൾ ഉണ്ടാക്കണം. അതിൽ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകളാണെങ്കിലും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാണെങ്കിലും അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന് അതൊരു ഭാരമല്ലേ ആക്ച്വലി? തീർച്ചയായും വിശ്വാസം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം ഇതാണ്. പക്ഷെ അതിലെല്ലാം യഥാർത്ഥത്തിൽ SIUC ജനവിഭാഗങ്ങൾ കിട്ടേണ്ടുന്ന സീറ്റുകളെല്ലാം ഇവർ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിൽക്കുകയാണ്. വിറ്റു, അത് പിടിച്ചു, സമ്മതിച്ചു. എന്നിട്ട് അവരുടെ പേരിൽ നടപടി എടുക്കണോ സർക്കാർ? സർക്കാർ അവരെ ഭയക്കാണ്. സർക്കാർ ഇവരെ പേരിൽ നടപടി എടുത്തിരുന്നെങ്കിൽ എപ്പോഴേ നന്നായത് CSI സമൂഹം.
ഇവരെ പേരിൽ നടപടി എടുക്കാത്തതാണ് ഏറ്റവും പ്രധാന വിഷയം. ഒരു നെക്സസ് പോലെ നിൽക്കുകയാണ്. ആ, അതുപോലെ അവർക്ക് ഒരു ഭയമില്ല. കോടതിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി ഭയമില്ലാത്ത അവസ്ഥയിലെത്തി. ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നുള്ളൊരു തോന്നലാണ്. ഞാൻ വെളിയിലിരിക്കുന്ന ഒറ്റ മനുഷ്യരെയും ഭയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വൈദികരാണ്, ഈ പാസ്റ്റർ ബോർഡ് ജീവനക്കാരാണ് ഇവരെല്ലാത്തിനും പിന്നിൽ. ഇപ്പോഴും ധർമ്മരാജ ഗസാലനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. ധർമ്മരാജ ഗസാലനുമായിട്ട് ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഏരിയ തലത്തിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ്. അതെല്ലാം വളരെ നല്ല മനുഷ്യനാണ്. അവസാനം ആ സുബോധം നഷ്ടപ്പെട്ടു. ഒരു സമൂഹത്തെ മൊത്തം അപമാനിച്ചാണ് സംസാരിച്ചത്. പനേറിയെന്നും അവരെന്നും ഇവരെന്നും നമ്മളൊക്കെ കേട്ടാണല്ലോ. അയാളപ്പം ഓഫീസറാണ്, നമ്മളെല്ലാം മറ്റ് ജനങ്ങളെല്ലാം അയാൾക്ക് തിന്നാൻ കൊടുക്കണം. നമ്മളൊക്കെ എന്തോ നിൽക്കണമെന്നുള്ള ഒരു ധാരണയിലാണ് സംസാരിച്ചത്. ഇത് ജനസമൂഹം കേൾക്കാണ്. ജനസമൂഹം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ഈ ലോകം മൊത്തം കേൾക്കാണ്. അത്രയും ഉയർന്ന ഒരാളാണെന്നുള്ള ചിന്ത അയാൾക്കില്ല. അയാൾ എന്ത് പറയണമെന്ന്. അവിടെയാണ് കഴിവും പ്രാപ്തിയും ദീർഘവീക്ഷണമുള്ള ആൾക്കാർ ഈ സ്ഥലങ്ങളിലേക്ക് വേണം. അയാൾ നറുക്കലിലൂടെ വന്നതാണ്. ആ, അതാണ് ഞാൻ നറുക്കെടുപ്പ് ശരിയല്ല എന്ന് പറഞ്ഞത് നേരത്തെ. കഴിവും പ്രാപ്തിയും ഉള്ള ആൾക്കാർ വെളിയിലേക്കണം. പക്ഷെ ഈ അച്ഛന്മാർക്കൊക്കെ ഇപ്പം 5 വർഷമാണല്ലോ കാലാവധി. അത് 1 വർഷമാക്കി ചുരുക്കിയാൽ ഇത്രയും പ്രോബ്ലം വരില്ലല്ലോ. ഇപ്പം ഈ 5 വർഷം കിട്ടുന്നതുകൊണ്ടല്ലേ ഇവർ കൂടുതൽ ഓരോ സഭകളിലും കൂടുതൽ വലിയ പദ്ധതികൾ ഇവർ ഉണ്ടാക്കുകയും ആ പദ്ധതിയുടെ ക്രെഡിറ്റ് അവർക്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഓരോ പള്ളിയിലും അവർ എത്ര ആൾക്കാരെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതല്ല അവരുടെ ഗുഡ് മാർക്ക്. പള്ളിയിൽ എത്ര വരുമാനം കൂടുതൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ എന്താ ചെയ്തത്, അല്ലെങ്കിൽ പുതുതായിട്ട് വസ്തു എല്ലാം വാങ്ങിയോ, ഇതാണ് ആക്ച്വലി ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലേക്ക് ആ അച്ഛൻ ട്രാൻസ്ഫറായി പോകുമ്പോൾ ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 5 വർഷ കാലാവധി എന്ന് പറയുന്നത് ആക്ച്വലി ഇവരെ കൂടുതൽ അഴിമതിക്കാരാക്കി മാറ്റുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. തീർച്ചയായും എനിക്ക് അനുഭവമുണ്ട്. എടുക്കാത്ത സാധനത്തിന് ബില്ല് കൊണ്ടുവരും. അതെ, ഉപയോഗിക്കാത്ത സാധനങ്ങളുടെ ബില്ല് കൊണ്ടുവരും. ഇന്നത്തെ പോലെ ഉള്ള ഒരു നോമിനി കമ്മിറ്റി ഇരിക്കുകയാണെങ്കിൽ അതിനെ ചോദിച്ചേ ആരും കാണില്ല. അതിന് അകവുള്ള ആൾക്കാർ കാണില്ല. അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം കൊടുത്താൽ മതിയാവും. ഇപ്പം അതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയുള്ളത്, അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതായത് നമ്മുടെ CSI സഭ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സൗത്ത് കേരള ഡയോസിസ് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിശ്വാസമോ അല്ലെങ്കിൽ ഭക്തിയോ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനോ ഒന്നുമല്ല, സംവരണം. ഈ സംവരണം ഇല്ല എന്നുണ്ടെങ്കിൽ, സംവരണം CSI സഭയിൽ നിന്ന് എടുത്തു കളയുന്നൊരു സാഹചര്യം വന്നാൽ 90% പേരും സഭ വിട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം അതിൽ നിൽക്കും. അതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ വൈദികന്മാർ. എൻ്റെ കുഞ്ഞുനാളെല്ലാം പാസ്റ്റർ എന്നാണ് വിളിച്ചിരുന്നത് വൈദികരെ. ഇടയന്മാർ ഇല്ല, പാസ്റ്റർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പോത്തൊരു പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നിരുന്നത് പാസ്റ്ററാണ്. ഇന്ന് അവർ കാലങ്ങൾക്ക് മാറ്റം വന്നപ്പോഴത്തേക്ക് അവർ തന്നെ അവരെ പേര് അച്ഛന്മാരെന്നാക്കി. നമ്മൾ ഉൾക്കൊള്ളാം, പക്ഷേ നമ്മളും അതുപോലെ ജനങ്ങളെയും അതേപോലെ ഉൾക്കൊള്ളാൻ കഴിയണം. ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഉദാഹരണമെന്ന് പറയുന്നത് നമ്മളെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അവർ പറയുന്നത് മാത്രം തിരുവചനത്തിൻ്റെ അടിസ്ഥാനം ഒന്നുമല്ല. അതായത് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സ്ത്രീകൾ നമ്മുടെ പുരോഹിതന്മാരായിട്ടുണ്ട്, RC സഭകളിലുണ്ട് സിസ്റ്റേഴ്സായിട്ട്. അതിന് മാറ്റം വന്നില്ലേ? അതുപോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് അന്നത്തെ കാഴ്ചപ്പാടില്ല. അന്ന് ഒരു 200 വർഷത്തിന് മുമ്പേ ആണെങ്കിൽ സഭകളൊന്നും ഇല്ലായിരുന്നു. വീടുകളിൽ ആരാധന, വീടുകളിൽ കൂട്ടങ്ങൾ, അല്ലെങ്കിൽ മരത്തിൻ്റെ മൂട്ടിൽ കൂട്ടങ്ങൾ, ഇങ്ങനെയായിരുന്നു കൂടിയിരുന്നത്. അവരെ മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുമെന്ന ചർച്ചകളും പഠിപ്പിക്കലുകളുമായിരുന്നു. അതുവരെ അവരെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു.
അതൊരു സംസ്കാരം ഉണ്ടാക്കിയതിന്റെ സംസ്കാരം ആത്മീകം അത് മാത്രമല്ല കൊടുത്തത്, ഭൗതികമായിട്ടും കൊടുത്തു. ഇന്ന് ഭൗതികമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. ആത്മീകതയിൽ അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെ സമ്പത്ത് എങ്ങനെ അവിടോട്ട് കൊണ്ടുവരാമെന്നുള്ള ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ. അതിനുള്ള മാറ്റം വരണം. ആത്മീകതയിലേക്ക് വരണമെങ്കിൽ ആത്മീകത നല്ല ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം 30 തൊട്ട് 33.5 വർഷം വരെ. ഒരു 56 വർഷമൊക്കെ വലുതാണ്. അത് കഴിഞ്ഞിട്ട് കൊടുക്കരുത്. പിന്നെ 5 വർഷം ഇരിക്കുമ്പോഴായിരിക്കും ഒരു പ്രോജക്റ്റ് എന്തെങ്കിലുമൊക്കെ വേണം പള്ളികളിൽ. ആ പ്രോജക്റ്റുകൾ നടപ്പാക്കാനും ജനങ്ങളെ പഠിക്കാനും 1 വർഷമെങ്കിലും വേണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ 5 വർഷമൊക്കെ ഇരിക്കണം. അത് ആത്മാർത്ഥത ഉണ്ടാവണം. എല്ലാ ജനങ്ങളെയും കൂട്ടി ഒരു കുടുംബത്തിലുള്ള കുറേ പേരെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ തമ്മിലടുപ്പിച്ചിട്ട് അല്ല. ഇത് ശരി എന്താണെന്നുള്ളതല്ല, കൂടുതൽ ആൾക്കാർ ആരുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ കൂടുതൽ കാശ് ആരാണ് കൊണ്ടുവരിക, അങ്ങനെയാണ് പലപ്പോഴും പല അച്ഛന്മാരുടെ ഒരു മാനദണ്ഡമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ കൂടെ നിന്നാലേ നമുക്ക് സഭ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേതൃത്വം അവരുടെ കൂടെ നിന്നാലേ നേതൃത്വം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അങ്ങനെ പല ഫാക്ടേഴ്സാണ് ആക്ച്വലി അച്ഛന്മാരെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പല അച്ഛന്മാരും ഈ അധികാരം തലയ്ക്ക് പിടിച്ച രീതിയിലാണ് അവരുടെ ഒരു ബിഹേവിയർ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ടോട്ടാലിറ്റേറിയൻ സംവിധാനം ഉണ്ടല്ലോ, അതായത് ഒരു സ്വേച്ഛാധിപതികളെ പോലെയാണ് പല അച്ഛന്മാരും ബിഹേവ് ചെയ്യുന്നത്. അവരുടെ ഒരു തോന്നിവാസം നിയമമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തരവായിട്ടാണ് പല പള്ളികളിലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ദോഷമാണ് ആക്ച്വലി സഭയ്ക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചർച്ച് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സഭയുടെ ഫങ്ഷനിങ് കുറെ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഭകൾ ഇനി ബെറ്റർ ആക്കണമെങ്കിൽ ആദ്യത്തെ നടപടി എന്ന് പറയുമ്പം സഭയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി വേണം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥനെന്നോ എൻ്റെ കാഴ്ചപ്പാടിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എല്ലാ കാഴ്ചപ്പാടുകളും ഉള്ളത്. ആത്മീകമായിട്ടല്ല ജനങ്ങളെ ഭൗതികമായിട്ട് വളർത്തണമെങ്കിൽ അവരൊക്കെ കഴിയൂ. ഒരു വൈദികൻ വരുമ്പോഴത്തേക്ക് അവർക്ക് കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ അവർക്ക് സഭയിൽ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാക്കുക. പല അച്ഛന്മാരേക്കും പല രീതിയാണ് കാണുന്നത്. ചിലരേക്ക് ആ പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി മറ്റൊരു പള്ളി കൂടി വയ്ക്കണം, തമ്മിലടുപ്പിക്കുക. അതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നത്. ഒരു പുതിയ പള്ളി വയ്ക്കുക, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. പുരോഹിതന്മാരാണ്. വേറെ ഒരാൾ വന്ന് പറഞ്ഞത്, നിനക്ക് ഇന്നുള്ളതെല്ലാം നശിച്ചു പോകും, നീ പള്ളിയിൽ പോകാതിരുന്ന. ഇന്ന് ഞാൻ ദശാംശം മാറ്റി വെച്ച് ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴും തത്തൂർ പള്ളിയോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന്? തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളാരും വഴക്കിന് പോയിട്ടില്ല, ഒന്നും പറയാൻ പോയിട്ടില്ല, ഒന്നും പ്രവർത്തിക്കാൻ പോയിട്ടില്ല. കാരണം നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ തത്തൂർ സഭയിലുള്ള എല്ലാവരും സഹോദരങ്ങളാണ്, ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മളെ തമ്മിലടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നൊക്കെ വന്നതാണ്. ആ ചിന്ത അവരേക്ക് വരാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇന്ന് ഞങ്ങൾ ഒരു നൗകയെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഫുട്ബോൾ ട്രെയിനിങ് ഉണ്ട്, എല്ലാ ജാതി മതസ്ഥരൊക്കെ ഉണ്ട്. എല്ലാവരും നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. നൗക എന്ന് പറഞ്ഞിട്ട് ഇന്ന് ബാലേജസൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെയൊക്കെ വളരെ സന്തോഷമാണ്. സഭയിൽ നിന്നുള്ളതിനേക്കാൾ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. സമൂഹത്തിലൊരു നല്ല വിലയുണ്ട്. അല്ലെങ്കിൽ ഒരു പള്ളിയിലുള്ള ഒരു ചുരുങ്ങിയ ആൾക്കാരുടെ വില മാത്രമേ നോക്കുള്ളൂ. ഇതല്ല, ഇന്ന് സമൂഹത്തിലും വിലയുണ്ട്. എവിടെ പോയി കഴിഞ്ഞിരുന്നാലും നമ്മളൊരു ടൂറിന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, പഠന ടൂറ് 117 പേര് രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി വന്നു. ഞങ്ങളൊരു ട്രാവൽസിലാണ് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷെ 2 ട്രാവൽസിൽ ഉള്ള പിന്നെയും ഉണ്ടായിരുന്ന ആൾക്കാർ. അതാണ് വ്യത്യാസം. സഭയിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളാൻ ആൾക്കാരുണ്ട്. സഭ നമ്മളെ പുറത്തൊക്കെ കളയുമ്പോഴത്തേക്ക് സമൂഹം നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അവിടെ ക്രൈസ്തവ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള ആരാധനാക്രമങ്ങളല്ല,
ആത്മീയതയും സത്യസന്ധതയും നമ്മുടെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടുകളാണ്. ആ കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിൽ ഞങ്ങളെല്ലാം നല്ല സാമ്പത്തികം പള്ളിയിൽ കൊടുത്തുകൊണ്ടിരുന്നവരാണ്. സർക്കാർ ജോലിയുള്ളവരൊക്കെ തന്നെ ഉണ്ട്. അവരെല്ലാം ഓരോ തുകകൾ മാറ്റിവെച്ച് ആ സമൂഹത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും വലുതായിട്ടൊന്നും ചെയ്യാനില്ല. നൗകയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി നൗകയുടെ കാഴ്ചപ്പാട് നൗക സൊസൈറ്റി അല്ല, ഒരു ചാരിറ്റി ട്രസ്റ്റായിട്ടാണ്. അത്ര വലിയ പ്രോഗ്രാമാണ്. അത് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഫണ്ടോ സ്ഥലമോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബാലയന സഖ്യത്തിൻ്റെ കീഴിൽ 2 പ്രോഗ്രാമുകൾ മെയിനായിട്ട് നടത്തുന്നുണ്ട്. ഒന്ന്, നമ്മളെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സമൂഹത്തിലെ ജനങ്ങൾ നല്ല രീതിയിലേക്ക് വേണം. നമ്മളെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ ജനങ്ങളും അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു ഇടമാണ് ബാലയന സഖ്യം. അതിൽ ലഹരിക്കോ മറ്റോ അടിമത്തത്തിനോ പോകാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. നമ്മുടെ മേഖലയിൽ IAS കോച്ചിങ് തുടർന്നുള്ള മുകളിലോട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളും കാട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ പള്ളിയിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ഇങ്ങനെ വെളിയിൽ ചെയ്യണം. ചർച്ച് തരേണ്ടുന്ന ഒരു സ്പേസും അത് നേരത്തെ തീർച്ചയായും അത് മുമ്പേ നമ്മൾ രജിസ്റ്റർ ചെയ്തു. 2018 രജിസ്റ്റർ ചെയ്തു നൗക. അപ്പോൾ അത് പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം നമ്മൾ ആക്റ്റീവായി കുറെ കൂടെ. നമുക്ക് സമൂഹത്തിൽ നല്ല ഒരു ബന്ധമുണ്ട്, നമ്മളെ സമൂഹത്തിൽ വില കൽപ്പിക്കുന്നുണ്ട്. നമ്മളെ പള്ളിയിൽ ചെയ്തുകൊണ്ടിരുന്ന ക്യാഷ് ഇങ്ങോട്ട് മാറ്റി, അത്രേ ഉള്ളൂ. സമൂഹത്തിൽ നല്ലൊരു വിലയുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് വളരാൻ കഴിയുന്നുണ്ട്. അക്രൈസ്തവരും ക്രൈസ്തവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ കഴിയുന്നുണ്ട്. പണ്ടത്തെ ആ ടീം തന്നെയാണ് ഇപ്പോഴും തന്നെയാണ്. വെരി ഗുഡ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ യങ്ങർ ജനറേഷൻ സഭയിൽ നിന്ന് മാറുന്നതിനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യമാണ്. അതായത് ഈ നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അവരുടെ ഇടപെടലും അവരിലുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റും. അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ സഭകളിൽ നിന്ന് ആരും കാണുന്നില്ലല്ലോ. മുതിർന്ന ആൾക്കാരൊക്കെ തന്നെ ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുക, അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയും യുവജനങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമില്ലേ? അതായത് കഴിവുള്ളവരാണെങ്കിൽ പോലും പലപ്പോഴും അവരെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അവരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള സ്ഥാനമായിരിക്കും ഇവർക്ക് നഷ്ടപ്പെട്ടു പോവുക. മനസ്സിലായി? ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ, ഒരു യുവാവ് പള്ളിയിലേക്ക് വരുമ്പോൾ അവൻ്റെ ഒരു നിലപാടുകളും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളും പിന്തുണയ്ക്കുകയും അവനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ഭീഷണിയാവുമെന്നുള്ളൊരു ചിന്ത പല സഭകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു പിന്നെ മകൻ കളഞ്ഞിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ ആ മകൻ തിരിച്ചു വരുമ്പോൾ മൂത്ത ആളാണ് ആ മകനെതിരായിട്ട് നിൽക്കുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ ഒരു ഉപമയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ പല മുതിർന്ന ആൾക്കാരും യങ്ങർ ജനറേഷൻ ചർച്ചിലേക്ക് വരുന്നത് എന്തോ വലിയ അപരാധം പോലെയാണ് പലപ്പോഴും കാണുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും യുവതലമുറ തന്നെ വരണം പള്ളിയിൽ. എന്നാൽ മാത്രമേ ആത്മീയത മാത്രമല്ല ഭൗതികമായിട്ടും അവരൊക്കെ പ്രവർത്തിക്കാൻ കഴിയും. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവർ തന്നെ വേണം. അതുപോലെ തന്നെ ചർച്ച, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, 56 വയസ്സിന് താഴെ ഉള്ളവർ മതി സഭയിലെ കമ്മിറ്റി അംഗങ്ങൾ. അങ്ങനെ ഒരു ഘടന കൊണ്ടുവേണം. അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ടാകും. ഏത് തെറ്റായ ഭാഗങ്ങളിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് അങ്ങനെ കുടുംബ ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവരൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പണ്ട് കുട്ടികൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും
പള്ളിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം മൈക്കിൻ്റെ മുന്നിൽ ചെന്ന് പാടാനായാലും എന്തെങ്കിലും പറയാനാണെങ്കിലും പലർക്കും ഒരു മടിയില്ല. വലിയൊരു എക്സ്പോഷറാണ് ആക്ച്വലി വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. പക്ഷേ ഇതിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. ആക്ച്വലി പലർക്കും കിട്ടുന്നില്ല, അല്ലെങ്കിൽ പലർക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അവർ പിന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജോലി പൊസിഷനിലേക്കൊക്കെ വരുമ്പോൾ ഈ പള്ളിയിൽ കിട്ടിയ ഒരു എക്സ്പോഷർ ആക്ച്വലി അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. മൈക്ക് കിട്ടിയാൽ പേടിയില്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെ പലർക്കും ചർച്ചിൽ നിന്നാണ് ആ ഒരു ട്രെയിനിങ് കിട്ടുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഉണ്ടോ ആക്ച്വലി? അത് ഉണ്ടാവണമെങ്കിൽ ബാലജന സഖ്യത്തിൽ ആരാധന നടത്തുമ്പോഴത്തേക്ക് സഭയിലുള്ള ആൾക്കാർ അതിൻ്റെ കൺവീനറാവണം. ആ സഭയിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടുകളോടുകൂടി മൈക്ക് ഉപയോഗിച്ച് അവർ ഓരോ പ്രോഗ്രാമുകളിലും മുന്നിലേക്ക് കൊണ്ടുവരണം. ഇത് ഏകദേശ സഭകളിലും കൊച്ചമ്മമാരായിരിക്കും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കണം. ബാലജന സഖ്യത്തിൽ അവരെ മക്കളും അവിടെ കാണും. അവരെ മക്കളെ വിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അവസരം കിട്ടാറില്ല. അതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് അനുഭവമാണ്. ഞങ്ങളുടെ സഭയിലും ഇതൊക്കെ തന്നെ ആയിരുന്നു. അതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി പിന്നീട് ശ്രമിക്കേണ്ടി വന്നു. അതാണ് പറഞ്ഞത്, യുവതലമുറകളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ അത് കണ്ട് വളർന്നുള്ളൂ. കുറെ കൂടെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സത്യോത്സ സഭയിൽ ഒരുപാട് പേര് ജോലിയിൽ കയറിയ PSC 97 വന്ന് PSC കോച്ചിങ് തുടർന്നു കൊണ്ട് വന്നതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോയത് അന്നത്തെ കാഴ്ചപ്പാടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ കാഴ്ചപ്പാടുള്ള ആൾക്കാർ ആ കമ്മിറ്റിയിലില്ല. അവർക്കത് മതി. അവർക്ക് 2 പേരേക്ക് ലാസ്റ്റ് പീരീഡിൽ കാരക്കണത്തും ഒരാൾ കുണ്ടകയിലും ജോലി എടുത്തു. അവർ സന്തോഷവാനാണ്. അപ്പം അവരെ ജോലി ഉള്ളതുകൊണ്ട് അവരെ വച്ച് പിന്നെയും വേറെ ആൾക്കാരേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ. അവരെ വച്ച് നിയന്ത്രിക്കുകയാണ് പള്ളിയെ നിയന്ത്രിക്കുകയാണ്. പല പള്ളികളിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. പല പള്ളികളിലും ദക്ഷിണ കേരള മഹായുടെ എല്ലാ പള്ളികളിലും അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവന്ന് അവരൊക്കെ താല്പര്യം കാണില്ല. പക്ഷെ അവരൊക്കെ ഇപ്പം ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇനി ഞങ്ങൾക്ക് ഇരിക്കേണ്ട, മാറിപ്പോകാമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നാൽ പോലും ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാൻ പറ്റൂല. എങ്കിൽ ഈ ജോലി പോകും. അങ്ങനത്തെ ഒരു ലോക്കിലാണ് നിൽക്കുന്നത്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, അവർക്കറിയാം ഉള്ളിൽ നമ്മൾ ഇരിക്കുന്നത് ശരിയല്ല, തെറ്റാണ്. പക്ഷേ അവർക്കൊരു തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അവർ വിട്ടിട്ട് പോയാൽ അവരുടെ കുടുംബം പട്ടിണിയാവും. അവർക്ക് വരുമാനമില്ല. ആ ഒരു നിലയിലുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അവർക്ക് ദീർഘവീക്ഷണമില്ല. അടുത്ത തലമുറ എങ്ങനെയായിരിക്കണം, അടുത്ത തലമുറയിൽ ആൾക്കാരെങ്ങനെ കൂട്ടിച്ചേർക്കണം എന്നുള്ള കാഴ്ചപ്പാട് അവർക്കില്ല. കാഴ്ചപ്പാടുകളില്ലാത്ത ജനങ്ങൾ അവിടെ ഇരുന്ന് ഭരിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, യുഗം ഇങ്ങനെ വന്നിട്ടുണ്ട്. 12 വയസ്സായ കുട്ടികൾക്കെല്ലാം യുഗം, 10 വയസ്സായ കുട്ടികൾക്കെല്ലാം യുഗത്തിൽ എന്തൊക്കെ കിട്ടും എന്നെല്ലാം അറിയാം. പക്ഷെ ഒരു 55 വയസ്സായ വൈദികന് അറിയാൻ പറ്റുമോ? എത്ര വൈദികർക്ക് അറിയാം? അപ്പോൾ ആ കാഴ്ചപ്പാട് മാറണം. ലോകപരിജ്ഞാനവും ശാസ്ത്ര പരിജ്ഞാനവും എല്ലാം ഇണങ്ങിയ ഒരു കാലഘട്ടത്തിൽ അതാത് കാലഘട്ടത്തിലുള്ള പുരോഹിതരും അഡ്മിനിസ്ട്രേറ്റീവ് അല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളും അത്തരത്തിലുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ സഭ നന്നാവൂ. ആ മിഷണറിമാർ വന്നപ്പോഴത്തേക്ക് സഭയല്ല ലക്ഷ്യമായിരുന്നത്, ദൈവിക ദൗത്യം അല്ല അത് ലക്ഷ്യമായിരുന്നത്. അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉന്നമനമായിരുന്നു. ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജാതിസവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. സതി, അത് കഴിഞ്ഞിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാർക്ക് ഭക്ഷണം പാല് കുടിക്കാൻ പാടില്ല, താഴ്ന്ന ജാതിക്ക് വീട് വയ്ക്കാൻ പാടില്ല, സ്ഥലം വാങ്ങാൻ പാടില്ല, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിന് പരിഹാരകനായിട്ടാണ് മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചത്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി മാറേണ്ട വൈദികനാണ് പാസ്റ്റർ ബോർഡ് ജീവനക്കാർ.
അവർ എങ്ങനെ പൈസ ഉണ്ടാക്കാം അതിനുള്ള വളഞ്ഞ വഴികളാണ് ചിന്തിക്കുന്നത്. വീടുകളിൽ പോകുമ്പോഴത്തേക്കും നല്ല വീടുകളിൽ നോക്കി പോയി കഴിഞ്ഞാൽ അവരെ കഷ്ടപ്പാടിങ്ങനെ അവതരിപ്പിച്ചാൽ മതി. ഭർത്താവറിയാതെ ആ വീട്ടിലെ പൈസകൾ അവരെ ചോർന്ന് അവിടെ പോകും. അതാണ് അവരെ ലക്ഷ്യം. പല വൈദികരും അങ്ങനെയാണ്. അവർക്ക് തുച്ഛമായി കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം കൊണ്ടുപോകുന്നത് ഇവരായിരിക്കും. അതല്ല മുഷ്രിഖുകാരുടെ ദൗത്യമായിരുന്നു. ഇവർ നല്ല വീട് വയ്ക്കണം, നല്ല രീതിയിൽ വളരണം, നല്ല രീതിയിലേക്ക് ഉയർന്ന തലങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ വരണം, ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ എത്തിപ്പെടാൻ പ്രാപ്തരാക്കി വിടണം. ഈ കാഴ്ചപ്പാടെല്ലാം ഒരു വൈദികനുണ്ടാവണം. ഇന്ന് പെന്തക്കോസ്ത് ആരാധനയുടെ ശൈലിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു, ആരാധനയിലൂടെ പിടിച്ചിരുത്താൻ വേണ്ടി. അതുകൊണ്ടൊന്നും യുവതലമുറ നിൽക്കില്ല. പല ആരാധനയിലും പല അടവുകൾ മാറ്റി തുടങ്ങി. ആ മാറ്റങ്ങളൊന്നും സഭയുടെ ജനങ്ങളുടെ വളർച്ചയ്ക്കോ പുരോഗതിക്കോ നിൽക്കില്ല. അത് നിലനിൽക്കണമെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതി വേണം. ഈ വൈദിക ശുശ്രൂഷയിൽ മാത്രം ഫോക്കസ് ചെയ്യണം. അവർ ഈ മറ്റ് സമ്പത്തുകളിലെല്ലാം ഒഴിയണം. ആത്മീകത കാര്യങ്ങളിലും ആത്മീകവും ഭൗതികവുമായിട്ട് ജനങ്ങളുടെ വളർച്ച മാത്രം ലക്ഷ്യം വയ്ക്കണം. അതല്ല എങ്കിൽ ദക്ഷിണ കേരള മഹായിടവ തകർന്നു ഓൾറെഡി തകർന്നു. ഇന്ന് സമ്പത്ത് മാത്രമാണ് കണ്ണ് എല്ലാവരേക്കും. അതിനെ ഒതുക്കി കൊണ്ടുവരികയാണ് ഈ പാസ്റ്റർ ബോർഡ് ജീവനക്കാർ. അവർക്ക് അനുകൂലമായിട്ട് ഭരണഘടന മാറ്റപ്പെടുന്നുണ്ട്. എന്തൊക്കെ മാറ്റം വരുത്തിയെന്ന് എനിക്കറിയില്ല. അവരെ ഇഷ്ടത്തിന് ഓരോ കാലഘട്ടത്തിന് മാറ്റം വരുത്തി. ഇപ്പം ഒരാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വ്യക്തമായിട്ടുള്ളൊരു മാനദണ്ഡം വേണ്ട. ഇപ്പം പലർക്കും ഇഷ്ടമില്ലാത്തവരങ്ങ് പുറത്താക്കുന്ന ഒരു സംവിധാനം അതാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അത് രാജകീയ ഭരണം പോലെയാണ് ഇപ്പോൾ. അതെ, അതാണല്ലോ വന്നത്, സ്വേച്ഛാധിപത്യ ഭരണം. അതാണ് ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇനി ഒരു സ്ഥാനവും ഇല്ല, അവകാശമില്ല. പള്ളിയിൽ പോകണം, ആരാധിച്ചോളണം, അവർ പറയണ കേട്ടോളണം, പോരണം. അവർ പറയുന്നത് ഒരു ഇരിക്കേണ്ടത് ഇന്ന് ജനങ്ങൾ ഭരണം നിയന്ത്രിച്ചിരുന്നത് ജനാധിപത്യത്തിലൂടെയാണ്. സഭകൾ ഭരണം നിയോഗിച്ചിരുന്നത്. ഇന്നാണ് അച്ഛനെ സഹായിക്കാനാണ് കമ്മിറ്റിക്കാർ, കപ്പ്യാർ. എത്രയോ പള്ളിയിലെ കപ്പ്യാരുമാർ. അവർ കപ്പ്യാരയ്ക്ക് കുടുംബമില്ലേ, കുഞ്ഞുങ്ങളില്ലേ, അവരെ വളർത്തണ്ടേ? ഒരു 5000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള എത്ര ചർച്ച ഉണ്ട്. അവർ സേവനം ചെയ്യണം. പൈസയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കുന്നവരായിരിക്കും കപ്പ്യാർ. ഒരു ആരാധന അറേഞ്ച് ചെയ്യുന്നതിന്റെ പിന്നിൽ ത്യാഗമായിരിക്കും സഹിക്കുന്നത്. കസേരയിൽ എന്താ മേശയിൽ എന്തെങ്കിലും അഴുക്ക് കിടന്ന അങ്ങനെ എന്തെല്ലാം പറയും. അവർ പള്ളി തൂക്കണം, തുടയ്ക്കണം, വലയടിക്കണം. ഒരു വല ഇന്ന് എന്തൊക്കെ പറയും. ആ ഒരു റെസ്പോൺസിബിലിറ്റി പോലും ആക്ച്വലി അല്ല, അച്ഛന്മാരൊക്കില്ല. അതല്ല, ഈ കപ്പ്യാരയ്ക്ക് എത്ര ശമ്പളമുണ്ട്? വൈദികരെക്കാളും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട കപ്പ്യാരയ്ക്കാണ്. അതാത് ഇടവകയിലെ കപ്പ്യാര മാനിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദരിദ്രരോട് കപ്പ്യാര ഏത് പള്ളിയിൽ പോയി ഇരുന്നാൽ ഏറ്റവും ദരിദ്രരായിരിക്കും കപ്പ്യാർ. അവർക്ക് അർഹതയുള്ള സാമ്പത്തിക ഭദ്രത കൊടുക്കണ്ടേ? അതും അല്ലെങ്കിൽ ദക്ഷിണ കേരള മഹായുടെ നിയോഗിച്ച് ഒരു അപ്പോയിൻ്റ് ചെയ്ത് വരട്ടെ. ഇത് സ്വേച്ഛാധിപത്യം പാസ്റ്റർ ബോർഡ് ജീവനക്കാരുടെ കൈകളിലെത്തി. അവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്നത്. മഹായുടെ സെക്രട്ടറിയേട്ടോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ കൊണ്ടുവച്ചത് അവരല്ലേ. വന്നിരിക്കണവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും അല്ല. എവരല്ലേ ചെയ്തവനെ പറയണോ, ഇരിക്കണവനെ പറയണോ? അതെ അതെ, വാസ്തവം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഈ വൈദികരുടെയാണ്. അവരെ ശരിയായാൽ ദക്ഷിണ കേരള മഹായുടെ ശരിയാവും. അവരുടെ പ്രായമാണ് ഏറ്റവും പ്രശ്നം. പ്രായം മാറണം, 56 വയസ്സാക്കണം. അപ്പോൾ ഒരു നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള കാലങ്ങളിൽ മഹായുടെ അവർക്ക് അർഹതയുള്ള ശമ്പളവും കൊടുക്കണം. അവർക്ക് പ്രവർത്തിക്കാൻ അവർക്ക് ഒരു വൈദികൻ്റെ ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ അപേക്ഷിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വയ്ക്കണം. അല്ലാതെ ഒരു വൈദികൻ എനിക്ക് എന്തോ സ്വമേധയാ ചെയ്തോളാം അങ്ങനെയുള്ള ഒരു ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സഭയുടെ നാശമായിരിക്കും. ഇത് ഇപ്പോൾ തന്നെ എത്രയോ 10 കുറേയധികം ഒരു ക്വാളിറ്റി ഇല്ലാത്ത വൈദികരെ ഓർഡിനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ നീങ്ങുന്നത്. കാരണം അവർക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇവരെ ആരെ കൂടെ പറയണോ അവരെ കൂടെ അങ്ങ് നിൽക്കും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും. അപ്പം ഇതെല്ലാം ആകണം. കാഴ്ചപ്പാടുകളുള്ള സമർപ്പണമുള്ള ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ പ്രായം ക്രമീകരിച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ ഈ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേറെന്താ അങ്കിളിന് പറയാനുള്ളത്? നമ്മുടെ സഭ മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? സഭ മെച്ചപ്പെടാനുള്ള കാരണം ഇതാണ്. ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം വളരെ സന്തോഷം. വളരെ ദീർഘമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് നിലവിലുള്ള വൈദിക സംവിധാനത്തിൽ തന്നെയാണ് ഒരു അഴിച്ചുപണി വരേണ്ടതെന്നുള്ളതാണ് നമ്മൾ കൂടുതലും പോയിന്റ് ചെയ്ത് സംസാരിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല രീതിയിലൊരു മാറ്റം നമ്മുടെ സഭയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.